ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷദാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 30-ാം അധ്യായത്തിലേക്ക് നമ്മൾ രാവിലെ പ്രവേശിച്ചു. രാസപഞ്ചാധ്യായിയിലെ 2-ാമത്തെ അധ്യായം. നമുക്ക് ആദ്യം അത് വായിച്ചിട്ട് കാണാം. 30-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 30-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഃ അതപ്യന്തം അചക്ഷാണാഃ കരിണ്യൈവ യൂഥപം. ഗത്യാനുരാഗസ്മിതവിഭ്രമേക്ഷിതൈഃ മനോരമാലാപവിഹാരവിഭ്രമൈഃ ആക്ഷിപ്തചിത്താഃ പ്രമദാരമാപതേഃ താസ്താ വിചേഷ്ടാ ജഗൃഹുസ്തദാത്മികാഃ. ഗതിസ്മിതപ്രേക്ഷണഭാഷണാദിഷു പ്രിയാഃ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയ ഗതിസ്മിതപ്രേക്ഷണഭാഷണാദിഷു പ്രിയാഃ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയഃ അസൗ അഹം തിത്യബലാസ്തദാത്മികാഃ ന്യവേദിഷു കൃഷ്ണവിഹാരവിഭ്രമാഃ. ഗായന്ത്യ ഉച്ചൈരമുമേവ സംഹതാഃ വിജിഗ്യുരുന്മത്തകവദ്വനാദ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീന. ദൃഷ്ടോ വഃ കച്ചിദശ്വത്ഥ പ്ലക്ഷ ന്യഗ്രോധ നോ മനഃ നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈഃ. കച്ചിത് കുരവകാശോകനാഗപുന്നാഗചമ്പകാഃ രാമാനുജോ മാനിനീനാം ഇതോ ദർപ്പഃ രസ്മിതഃ. കച്ചിത് തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ സഹ ത്വാളികുലൈർബിഭ്രദൃഷ്ടസ്തേതി പ്രിയോച്യുതഃ. മാലത്യദർശിവഃ കച്ചിത് മല്ലികേ ജാതിയൂധികേ പ്രീതിം വോജനയൻ യാതഃ കരസ്പർശേന മാധവഃ. ചൂതപ്രിയാളപനസാസന ഗോവിദാരജംബുർഗബില്വബകുളാമ്രകദംബനീപാഃ യേന്യേ പരാർത്തഭവഗായമുനോപകൂലാഃ ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാംനഃ. കിം തേ കൃതം ക്ഷിതി തപോപദ കേശവാംഘ്രിസ്പർശോത്സവോത്പുളകിതാംഗരുഹൈർവിഭാസി അപ്യംഘ്രിസംഭവ ഉരുക്രമവിക്രമാദ്വാ ആഹോ വരാഹവപുഷഃ പരിരംഭണേന. അപ്യേണ പത്ന്യുപഗതഃ പ്രിയേഹ ഗാത്രൈഃ തന്വൻദൃശാം സഖിസു നിർവൃതിമച്യുതോ വഃ. കാന്താംഗസംഗകുചകുങ്കുമരഞ്ജിതായാഃ കുന്ദസ്രജകുലപതേരിഹ വാതിഗന്ധഃ.
ബാഹും പ്രിയാം സ ഉപധായ ഗൃഹീത പദ്മോ രാമാനുജസ്തുളസികാളികുലൈർമദാന്ധൈഃ അന്വീയമാനൈഹ വസ്തരവഃ പ്രണാമം കിം വാവിനന്ദതി ചരൻ പ്രണയാവലോകൈഃ പൃച്ഛത്തെ മാലതാ ബാഹൂൻ അപ്യാശ്ലിഷ്ടാ വനസ്പതേഃ നൂനം തത്കരജസ്പൃഷ്ടാ ബിഭ്രത്യുത്പുളകാന്യഹോ ഇത്യുന്മത്തവചോ ഗോപ്യഃ കൃഷ്ണാന്വേഷണകാതരാः ലീലാ ഭഗവതസ്താസ്താ ഹ്യനുചക്രുസ്തദാത്മികാः കസ്യാശ്ചിത് പൂതനായന്ത്യാ കൃഷ്ണായന്ത്യപിപത്സ്തനം തോകായിത്വാ രുദത്യന്യാ പദാഹംസകടായതീം ദൈത്യായിത്വാ ജഹാരാന്യാം ഏകാ കൃഷ്ണാർഭഭാവനാം രിംഗയാമാസ കാപ്യംഗ്രീകർഷന്തി ഘോഷനിസ്വനൈഃ കൃഷ്ണരാമായിതേ ദ്വേ തു ഗോപായന്ത്യശ്ച കാശ്ചന വത്സായതീം ഹന്തി ചാന്യാ തത്രൈകാതു ബഗായതീം ആഹൂയ ദൂരഗായദ്വദ് കൃഷ്ണസ്തമനുകുർവതീം വേണും ക്വണന്തീം ക്രീഡന്തീം അന്യാ ശംസന്തി സാദ്വിതി കസ്യാഞ്ചിത് സ്വഭുജം ന്യസ്യ ചലന്ത്യാഃ പരാനനു കൃഷ്ണോഹം പശ്യത ഗതിം ലളിതാം ഇതി തന്മനാഃ മാ ഭൈഷ്ടവാതവർഷാഭ്യാം തത്രാണം വിഹിതം മയാ ഇത്യുക്ത്വൈകേന ഹസ്തേന യതന്ത്യുന്നിദതേ അംബരം ആരുഹ്യൈകാപദാക്രമ്യ ശിരസ്യാഃ പരാം നൃപ ദുഷ്ടാഹേ ഗച്ഛ ജാതോഹം ഖലാനാം നനു ദണ്ഡദൃക് തത്രൈകോ വാജഹേ ഗോപാദാവാഗ്നിം പശ്യതോൽബണം ചക്ഷൂംശ്യാശു അപി തദ്വംവോ വിദാസ്യേ ക്ഷേമമഞ്ജസ ബദ്ധാന്യയാ സ്രജാ കാചിത്തന്വീ തത്ര ഉലൂഖലേ ഭീതാ സുദൃക്പിധായാസ്യം ഭേജേ ഭീതിവിഡംബനം ഏവം കൃഷ്ണം പൃച്ഛമാനാ വൃന്ദാവനലതാസ്തരൂൻ വ്യചക്ഷതവനോദ്ദേശേ പദാനി പരമാത്മനഃ പദാനി വ്യക്തമേതാനി നന്ദസൂനോർമഹാത്മനഃ ലക്ഷ്യന്തേ ഹി ധ്വജാംബോജവജ്രാങ്കുശയവാദിഭിഃ തൈസ്തൈഃ പദൈസ്തത്പദവീമന്വിച്ഛന്ത്യോ അഗ്രതോബലാഃ വദ്വാഃ പദൈഃ സുവൃക്താനി വിലോക്യാർത്താഃ സമബ്രുവൻ കസ്യാഃ പദാനി ചൈതാനി യാതായാനന്ദസൂനുനാ അംസന്യസ്തപ്രകോഷ്ഠായാഃ കരേണോഃ കരിണായധാം അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വരഃ യന്നോ വിഹായ ഗോവിന്ദഃ പ്രീതോ യാം അനയത്രഃ ധന്യാ അഹോ അമി ആള്യോ ഗോവിന്ദാംഗ്ര്യബ്ജരേണവഃ യാൻ ബ്രഹ്മേശോ രമാദേവീ ദദുർമൂർധ്ന്യഗനുത്തയേ തസ്യാ അമൂനി നക്ഷോഭം കുർവന്ത്യുച്ഛൈഃ പദാനി യത് യൈകാപഹൃത്യ ഗോപീനാം രഹോ ഭുങ്ക്തച്യുതാധരം ന ലക്ഷ്യന്തേ പദാന്യത്ര തസ്യാ നൂനം തൃണാങ്കുരൈഃ ഖിദ്യൽ സുജാതാംഘ്രിതലാം ഉന്നിന്യേ പ്രേയസീം പ്രിയഃ ഇമാന്യധികമഗ്നാനി പദാനി വഹതോ വധൂം ഗോപ്യഃ പശ്യത കൃഷ്ണസ്യ ഭാരാക്രാന്തസ്യ കാമിനഃ അത്ര അവരോപിതാ കാന്താ പുഷ്പഹേതോർമഹാത്മന അത്ര പ്രസൂനാപചയഃ പ്രിയാർത്ഥേ പ്രേയസാ കൃതഃ പ്രപദാക്രമണേ യേതേ പശ്യതാ സകലേ പദേ കേശപ്രസാധനം ത്വത്ര കാമിന്യാഃ കാമിനാ കൃതം താനി ചൂടയദാ കാന്താം ഉപവിഷ്ടം ഇഹ ധ്രുവം രേമേ തയാ ചാത്മരതഃ ആത്മാ രാമോപ്യഖണ്ഡിതഃ കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണാം ചൈവ ദുരാത്മതാം ഇത്യേവം ദർശയന്ത്യസ്താഃ ചേരുർഗോപ്യോ വിചേതസഃ യാം ഗോപീമനയത് കൃഷ്ണോ വിഹായാന്യാ സ്ത്രിയോ വനേ സാ ച മേനേതദാത്മാനം വരിഷ്ഠം സർവയോഷിതാം ഹിത്വാ ഗോപീഃ കാമയാനാ മാമസൗ ഭജതേ പ്രിയഃ
തതോ ഗത്വാ വനോദ്ദേശം തൃപ്താ കേശവമബ്രവീത് ന പാരയേഹം ചലിതും നയമാം യത്ര തേ മനഃ ഏവമുക്തഃ പ്രിയാമാഹ സ്കന്ദ ആരുഹ്യതാമിതി തതശ്ചാന്തർദദേ കൃഷ്ണഃ സാവധൂരന്വതപ്യത ഹാ നാദ രമണപ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായ മേ സഖേ ദർശയ സന്നിധിം അന്വിച്ഛന്ത്യോ ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരതഃ ദദൃശു പ്രിയ വിശ്ലേഷമോഹിതാം ദുഃഖിതാം സഖീം തയാ കഥിതമാകർണ്യമാന പ്രാപ്തിം ച മാധവാത് അവമാനം ച ദൗരാത്മ്യാത് വിസ്മയം പരമം ജയുഃ തതോ വിശൻവനം ചന്ദ്രജ്യോത്സ്നായാവദ്വിഭാവ്യത്തെ തമഃ പ്രവിഷ്ടമാലക്ഷ്യ തതോ നിവവൃതു സ്ത്രിയഃ തന്മനസ്കാ തദാലാഭാസ്തദ്വിജേഷ്ടാസ്തദാത്മികാഃ തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരുഃ പുനഃ പുളിനമാഗത്യ കാളിന്ദ്യാഃ കൃഷ്ണഭാവനാഃ സമവേദാ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിതാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ 30-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. രാസക്രീഡാവർണ്ണനം. രാസപഞ്ചാധ്യായിയിൽ 2-ാം അധ്യായമായിട്ടുള്ള 30-ാം അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ഗോപികമാരോട് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെട്ടതിന് ഗോപികമാർ കൊടുത്ത മറുപടി വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം അവരുടെ ആ ഒരു വൈക്ലഭ്യം, ദൈന്യഭാവം എല്ലാം കണ്ട് ദയയോടുകൂടിയ ഭഗവാന് സ്വയം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും സ്വയം ആത്മാരാമനും യോഗേശ്വരേശ്വരനുമായിട്ടും ആ ഗോപികമാർ ആഗ്രഹിച്ച കാര്യത്തെ അവർക്ക് സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് അവരോടുകൂടെ പല രീതിയിൽ ഭഗവാൻ ക്രീഡിക്കുന്നതിനെക്കുറിച്ച് വർണ്ണിച്ചു. അവരോടുകൂടി നക്ഷത്രങ്ങളുടെ നടുവിൽ ശോഭിക്കുന്ന ചന്ദ്രനെ പോലെ ഭഗവാൻ ശോഭിച്ചു എന്നും, ഗോപികമാരും പാട്ടുപാടി ഭഗവാനും ഉച്ചത്തിൽ ഗാനം ചെയ്തുകൊണ്ട് വൈജയന്തി മാലയെയും ധരിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു. നദീപുളിനത്തിൽ പ്രവേശിച്ചു. നല്ല തണുത്ത മണൽത്തരികളോടുകൂടിയതായിട്ടുള്ള നദീതീരത്ത് വൈജയന്തി എന്താ പറയുക, തത്തരളാനന്ദ കുമുദാമോദ വായുന പ്രേമേ. ആ നദിയിൽ നിന്നുള്ള ഓളങ്ങളെ തട്ടി തഴുകി വരുന്നതായിട്ടുള്ള മന്ദമാരുതൻ ശൈത്യ സ്പർശത്തോടുകൂടി നല്ല കുമുദങ്ങളുടെ ആമോദം, സൗരഭ്യം വഹിച്ചു കൊണ്ടുവരുന്ന വായു ആ സ്പർശമേറ്റുകൊണ്ട് അവിടെ രമിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് രമിച്ചത് എന്ന് പറഞ്ഞു. ബാഹുപ്രസാര പരിരംഭ കര അളക ഊരു നീവീ സ്തന ആലപനം. ഇവിടെയൊക്കെ സ്പർശിച്ചുകൊണ്ട്, കൈകൾ നീട്ടിക്കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ടും
ഗോപികമാരുടെ കൈകളെയും അളകങ്ങളെയും തുടകളെയും നീവിയെയും സ്ഥലങ്ങളെയും എല്ലാം സ്പർശിച്ചുകൊണ്ടും നർമ്മ ഭാഷണം ചെയ്തുകൊണ്ടും നഗാഗ്ര പാദങ്ങൾ കൊണ്ടും നഗാഗ്രങ്ങളെ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ടും ക്ഷ്വേല്യ കേളിയോടുകൂടിയും അവലോകഹസിതൈഹി അവലോകനം മന്ദഹാസം മുതലായതുകൊണ്ടും വ്രജസുന്ദരീണാം രതിപതിം ഉത്തംബയൻ വ്രജസുന്ദരിമാരുടെ ഉള്ളിൽ ആ കാമദേവനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് രമയാഞ്ചകാര അവരെ രമിപ്പിച്ചു. ഇങ്ങനെ ആ മഹാത്മാവും ഭഗവാനുമായ കൃഷ്ണനിൽ നിന്ന് ലബ്ധമാനാഹ മാനം ലഭിച്ചവർ, സൽക്കാരം ലഭിച്ചവരായ ആ ഗോപസ്ത്രീകൾ ആത്മാനം സ്ത്രീണാം അഭ്യധികം ഭുവി മേനിതി ആ മാനിനികളായവർ തങ്ങളെ ഓരോരുത്തരും ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ളതായിട്ടുള്ള സ്ത്രീകളുടെ മധ്യത്തിൽ വെച്ച് അഭ്യധികം ശ്രേഷ്ഠകളാണ് തങ്ങൾ എന്നുള്ള, കുറച്ച് കൂടിയവരാണ് ഞങ്ങൾ എന്നുള്ളതായിട്ടുള്ളൊരു ഭാവം അവർക്ക് ഉണ്ടായിന്ന് അവരങ്ങനെ കരുതി. അങ്ങനെയുള്ള താസാം തത് സൗഭഗമതം വീക്ഷ്യ മാനം ച കേശവ ബ്രഹ്മദേവനെയും മഹാദേവനെയും പോലും വശത്താക്കിയിരിക്കുന്ന ഈശിക്കുന്നവനായ ആ ഭഗവാൻ ഇവരെയും നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. ഇവരുടെ അഹങ്കാരം അധികം പൊങ്ങിപ്പോകാൻ പാടില്ല, അവരെ വിനയാന്വിതരാക്കണം. അപ്പോൾ അവരുടെ ആ സൗഭഗമതത്തെ കണ്ടിട്ട് അതിനെ പ്രശമിപ്പിക്കാനും അവരുടെ നേരെ പ്രസാദം ചെയ്യാനും അനുഗ്രഹിക്കാനുമായിട്ട് ഭഗവാൻ തൽക്കാലം തത്രയേവ അന്തരതീയത അവിടെ തന്നെ അന്തർധാനം ചെയ്തു. അങ്ങനെ നിന്നിടത്ത് ഭഗവാനെ കാണാതെയായി. ഭഗവാൻ സർവവ്യാപിയാണ്, ആകാശം പോലെ അല്ലെങ്കിൽ ആകാശത്തേക്കാൾ വ്യാപ്തിയുള്ളവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ എവിടെയും ഓടിപ്പോയതല്ല, തൻ്റെ സ്വരൂപം എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വരൂപത്തിലേക്ക് തിരിച്ചുപോയി. തൻ്റെ വ്യക്തിയെ മറച്ചു, തൻ്റെ മൂർത്തിയെ മറച്ചു. അങ്ങനെ ഭഗവാൻ അന്തർദാനം ചെയ്തപ്പോൾ, പെട്ടെന്ന് തന്നെ ഭഗവാൻ അന്തർദാനം ചെയ്ത സമയത്ത് വ്രജാംഗനാഹ തം അചക്ഷാണാഹ അതപ്യന് തം അചക്ഷാണാഹ ആ ഭഗവാനെ കാണാതെ വിഷമിക്കുന്നവരായി തപിക്കുന്നവരായി ഭവിച്ചു. കരിണ്യഹ ഇവ യൂതപം ഒരു ആനക്കൂട്ടത്തിലെ കൊമ്പനാനയെ കാണാതായി കഴിഞ്ഞാൽ അതിലുള്ള പിടിയാനകൾ എങ്ങനെ പരിഭ്രമിക്കുമോ, എത്ര തപിക്കുമോ, അതുപോലെ അവരുടെ യൂതവൻ ഭഗവാനാണ് നാഥൻ. ആകെ രാത്രിയിലെ ഏകനാഥനായിരുന്നു. ആ അവരുടെ നാഥൻ കാണാതെ ആയതോടു കൂടിയിട്ട് ഗോപികമാര് വല്ലാതെ തപിച്ചു. അങ്ങനെ ഭഗവാനെ കാണാതായപ്പോൾ അവര് ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാന്റെ ചേഷ്ടകളെയെല്ലാം അതുപോലെ അനുകരിച്ചു എന്ന് പറഞ്ഞു. ഗതി അനുരാഗസ്മിത വിഭ്രമേക്ഷിതൈഹി മനോരമാലാപ വിഹാര വിഭ്രമൈഹി ആക്ഷിപ്തചിത്താ പ്രമദാ രമാപതേഃ താസ്താ വിചേഷ്ടാ ജഗൃഹു തദാത്മികാഹ ഭഗവാനുമായി താദാത്മ്യം പ്രാപിച്ചവരായി ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാന്റെ താഹ വിചേഷ്ടാഹ ജഗൃഹു അതാത് ചേഷ്ടകൾ ഭഗവാന്റെ ഗതി എപ്രകാരമോ, ഭഗവാന്റെ അനുരാഗപൂർവമായ സ്മിതം എങ്ങനെയോ, ഭഗവാന്റെ ഈക്ഷിതങ്ങൾ എപ്രകാരമോ, ഭഗവാന്റെ ചലനങ്ങൾ എങ്ങനെയൊക്കെയാണോ, ഭഗവാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആഹ്ലാദിപ്പിക്കുന്ന ആലാപം, വിഹാരം, വിഭ്രമം എല്ലാം എങ്ങനെയോ, അതുകൊണ്ട് തന്നെ ആക്ഷിപ്ത ചിത്തരാണ് ഇവരെല്ലാം. അങ്ങനെയുള്ള ആ പ്രമദകൾ, യൗവനയുക്തകളായിട്ടുള്ള ദേവിമാർ, ഗോപികമാർ ഭഗവാന്റെ ചേഷ്ടകളെ അനുകരിച്ചു. ഭഗവാന്റെ ഗതി, സ്മിത, പ്രേക്ഷണം, ഭാഷണം അതെല്ലാം അവരെ ആവേശിച്ചു. അതാണ് പ്രതിരൂഢമൂർത്തയ. അവരുടെ മൂർത്തികളിൽ പ്രതിരൂഢമായി, പ്രതിരൂഢം ആവേശിതം, ഒരു ബാധ കയറിയതുപോലെ, കൃഷ്ണബാധ
ഇവരെയൊക്കെ ആവേശിച്ചുകൊണ്ട് പ്രതിരൂഢമൂർത്തികളായിട്ട് അസൗ അഹം തു ഇതി അബലാഹ തദാത്മികാന്യവേദിഷു, മറ്റുള്ളവരോട് നിവേദനം ചെയ്യണം, ഇതാ നോക്കൂ, ഇതാ ഇത് തന്നെയാണ് കൃഷ്ണൻ, ഇങ്ങനെ തന്നെയാണ് കൃഷ്ണൻ, ഞാൻ തന്നെയാണ് കൃഷ്ണൻ. അഹം അസൗ അഹം അസൗ അഹം അസൗ, ഞാനാണ് കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ. ഇതി ഇങ്ങനെ ആ അബലകള് കൃഷ്ണവിഹാര വിഭ്രമാഹ, കൃഷ്ണന്റെ വിഹാരത്തെ അനുകരിക്കുന്നവരായിക്കൊണ്ട്, കൃഷ്ണന്റെ ചേഷ്ടകളെ അനുകരിക്കുന്നവരായിക്കൊണ്ട് പരസ്പരം പ്രകടിപ്പിച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തു. നിവേദിഷു, ഇത് നോക്കൂ, ഇത് നോക്കൂ, ഇത് നോക്കുന്നു, ഓരോരുത്തരും ശ്രദ്ധയെ ആകർഷിക്കുകയാണ് മറ്റുള്ളവരുടെ. എന്നിട്ട് ഞാനാണ് കൃഷ്ണനെ പോലെ, ഞാനാണ് കൃഷ്ണനെ പോലെ എന്ന് ആ താദാത്മ്യം പ്രാപിച്ചു അവര് എന്ന് പറയാം. യോയത് ശ്രദ്ധ സയേവ സഹ, ആർക്ക് എന്താണോ ശ്രദ്ധ അവൻ അതായിത്തീരുന്നു. ശ്രദ്ധാമയോയം പുരുഷ, ഓരോ പുരുഷന്മാരും ഓരോ മനുഷ്യരും അവരവരുടെ ശ്രദ്ധയ്ക്കനുസരിച്ചവരാണ്. ഇവിടെ ഗോപികമാരുടെ ശ്രദ്ധ ഭഗവാൻ തന്നെയാണ്, ഭഗവാനിൽ തന്നെയാണ്. അതുകൊണ്ട് അവർ ഗോപികമാരായി ഭഗവാൻ സ്വരൂപികളായി താദാത്മ്യം പ്രാപിച്ചു. എന്നിട്ടോ ഗായന്ത്യ ഉച്ചൈർ അമുമേവ സംഹതാ വിചിക്കു ഉന്മത്തകവദ്വനാദ്വനം പപ്രച്ചുരാകാശവദന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം വനസ്പതീന. അവരെല്ലാം സംഹതാഹ, ഒത്തുകൂടിയവരായിട്ട്, ഉച്ചൈഹി ഗായന്ത്യ, ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നവരായിക്കൊണ്ട്, അമും ഏവ വിജിക്കുഹു, അവനെ തന്നെ തെരഞ്ഞു. എല്ലായിടത്തും അവനെ തെരയുകയാണ്. എവിടെയാണ് ഭഗവാൻ ഒളിച്ചിരിക്കുന്നത്, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന്. ഉന്മത്തകവത് വനാത് വനം, വനങ്ങൾ തോറും, വനങ്ങളിൽ നിന്ന് വനങ്ങളിലേക്ക്. ഉന്മത്തകവത്, ഒരു ഭ്രാന്തരെ പോലെ ഉന്മാദിനികളായിക്കൊണ്ട് അവര് ഭഗവാനെ തെരയുകയാണ്. ആകാശവത് അന്തരം ബഹിഃ ഭൂതേഷു സന്തം പുരുഷം, ആകാശം എങ്ങനെയാണോ സകല ഭൂതങ്ങളിലും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ പുരുഷനെ, പുരുഷോത്തമനെ, പൂർണ്ണനായ പുരുഷനെ, എല്ലാ പുരികളിലും ശയിക്കുന്ന പുരുഷനെ അവർ പപ്രച്ചു, അന്വേഷിച്ച് ചോദ്യം ചെയ്യുകയാണ്. ആരോട്? വനസ്പതീന്, വനസ്പതികളോട്, വൃക്ഷങ്ങളോട് ഭഗവാനെ കുറിച്ച് ചോദിച്ചു എന്നർത്ഥം. ഇപ്പോ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ആ എന്താ പറയുക, ചൈതന്യ സ്വരൂപമായിട്ട് ഭാവന ചെയ്യാനേ പറ്റുള്ളൂ, നേരിൽ കാണാൻ പറ്റില്ല. നേരിൽ കാണാൻ പറ്റാത്ത സ്വരൂപത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, യോഗിമാർ അന്വേഷിക്കും പോലെ അല്ലേ. യോഗീശ്വരന്മാരൊക്കെ ഏതൊരു ഭഗവാനെയാണോ തെരയുന്നത്, യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണാഃ. അല്ലേ, ഏതൊരുവന്റെ ആദിയും അന്തവും ദേവഗണങ്ങൾ പോലും അറിയുന്നില്ലയോ, ആർക്കും അറിയാൻ കഴിയില്ലയോ. അങ്ങനെയുള്ള ഭഗവാനെ, ചൈതന്യ സ്വരൂപനായ സർവവ്യാപിയായ ഭഗവാനെ അവർ അന്വേഷിക്കുകയാണ്. അതും വൃക്ഷങ്ങളോട്, ജഡങ്ങളായ വൃക്ഷങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ ഉന്മാദാവസ്ഥ എത്രയുണ്ട് എന്ന് ചിന്തിക്കാം. എല്ലാ തരത്തിലും അവരുടെ ഉന്മാദഭാവം, ഒരു ഭ്രാന്ത് അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ഇനി അവരുടെ അന്വേഷണമാണ്. അവർ ചുറ്റും കാണുന്നതായിട്ടുള്ള വൃക്ഷങ്ങളോടും മറ്റു ചെറിയ വള്ളികളോടും സസ്യ ലതാദികളോടെല്ലാറ്റിനോടും ഭഗവാനെ കുറിച്ച് അന്വേഷിക്കുന്ന അവരുടെ അവിജിക്യുഹു എന്നാണ്. വിശേഷേണ ചയനം ചെയ്തു അവര് എന്നാ. ചയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരയുക എന്നാണ്. ഇപ്പൊ ഭഗവാനെ അന്വേഷിക്കുകയാണ് അവര്. നമുക്ക് നോക്കാം. ദൃഷ്ടോ വഃ കച്ചിദശ്വത്ഥ പ്ലക്ഷ നിഗ്രോധ നോ മനഃ
നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈഃ ദൃഷ്ടോ വഃ കച്ചിദശ്വത്ഥ പ്ലക്ഷ നിഗ്രോധ നോ മനഃ നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈഃ. അപ്പോ ഏറ്റവും ഉയരം കൂടിയവർക്കാണ് ദൂരെയുള്ള ആളുകളെ പോലും കാണാൻ കഴിയുക, അല്ലേ? നമ്മൾ ഒരു കൂട്ടമായിട്ട് പോകുമ്പോൾ ഏറ്റവും ഉയരമുള്ളവർ ദൂരേക്ക് നോക്കിയിട്ട് ഏറ്റവും കാര്യങ്ങളെ വിശദീകരിക്കും. അവർക്കാണ് ഏറ്റവും കാഴ്ച കൂടുതലുള്ളത്. ഉയർന്നു നിൽക്കുന്നവർക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ഇവിടെ വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് ഏറ്റവും വലിയ വടവൃക്ഷങ്ങളാണ് അശ്വത്ഥവും നെഗ്രോധവും പ്ലക്ഷവുമൊക്കെ. ഏറ്റവും വ്യാപ്തിയുള്ള ഉയരമുള്ളതായിട്ടുള്ള വലിയ വൃക്ഷങ്ങൾ ആ യമുനാതീരത്ത് വലിയ വലിയ വൃക്ഷങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അവരോടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടെച്ചാൽ അവർക്ക് ഇത്തിരി വ്യാപ്തി കൂടുതലും ഉയരം കൂടുതലും ഒക്കെ ഉള്ളതുകൊണ്ട് കാഴ്ച കൂടുതലുണ്ടാവും എന്നുള്ളത് കൊണ്ട്, അല്ലേ? അവരോട് ചോദിക്കുകയാണ്, ഹേ അശ്വത്ഥാം. അശ്വത്ഥ എന്ന് പറഞ്ഞാല് അശ്വത്ഥമേ, അരയാലേ എന്നാണ്. അതുപോലെ പ്ലക്ഷ, പ്ലക്ഷം എന്നുള്ളതായിട്ടുള്ള വടവൃക്ഷത്തോട് ചോദിക്കുന്നു. അത്തി പോലെയുള്ള വൃക്ഷമാണ് പ്ലക്ഷം. നെഗ്രോധം, നെഗ്രോധം പേരാലാണ്. അപ്പൊ ഇങ്ങനെ വലിയ വലിയ വൃക്ഷങ്ങളോട് ഹേ അശ്വത്ഥ, ഹേ പ്ലക്ഷ, ഹേ നിഗ്രോധ, വഹ ദൃഷ്ട കച്ചിത്. വഹ എന്ന് പറഞ്ഞാൽ യുഷ്മാഭിഹി, നിങ്ങളാൽ, ദൃഷ്ട കച്ചിത് കാണപ്പെട്ടുവോ, നിങ്ങളാൽ ദർശിക്കപ്പെട്ടുവോ. ആരെ? നോ മനഃ നന്ദസൂനുർഗതോ ഹൃത്വ പ്രേമഹാസാവലോകനൈഹി. ഒരു കള്ളൻ ഈ വഴിക്ക് പോയി, ആ കള്ളനെ കണ്ടുവോ എന്നാ ചോദിക്കണം. എന്താ ഈ കള്ളൻ കട്ടോണ്ട് പോയത്? നോ മനഃ ഹൃത്വ, ഞങ്ങളുടെയൊക്കെ മനസ്സിനെ ഹരിച്ചുകൊണ്ട് ആ നന്ദസൂനു ഗത, ആ നന്ദഗോപന്റെ പുത്രൻ പോയി, കള്ളൻ അപഹരിച്ചുകൊണ്ട് പോയി. എങ്ങനെയാ അപഹരിച്ചുകൊണ്ട് പോയത്? പ്രേമഹാസ അവലോകനൈഹി, ഞങ്ങളുടെ നേരെയുള്ള പ്രേമപൂർവമായിട്ടുള്ള ഹാസം, മന്ദഹാസം പ്രകടിപ്പിച്ചുകൊണ്ടും ശൃംഗാരപൂർണമായ നോട്ടങ്ങളെ കൊണ്ടും ഒക്കെ ഞങ്ങളുടെ മനസ്സിനെ അവൻ അപഹരിച്ചെടുത്തു. അപ്പൊ അങ്ങനെ പ്രേമഹാസാവലോകനൈഹി നോ മനഃ ഹൃത്വ നന്ദസൂനുഹു ഗതഃ. ആ കള്ളൻ ഓടിപ്പോയി, കള്ളൻ രക്ഷപ്പെട്ടു. ആ കള്ളനെ നിങ്ങൾ കണ്ടുവോ? ഞങ്ങളുടെ ഹൃദയം കവർന്ന, ഞങ്ങളുടെ മനസ്സിനെ കവർന്ന ആ, അല്ലേ, ഹരിയെ നിങ്ങൾ കണ്ടുവോ? ആ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ? കൃഷ്ണനാണ് ആകർഷിച്ച് അപഹരിച്ചു കൊണ്ടുപോയവനാണ്. അപ്പോ വലിയ വലിയ വൃക്ഷങ്ങളോടാണ് ഇവിടെ ചോദിക്കുന്നത്. ഹേ അശ്വത്ഥ, ഹേ പ്ലക്ഷ, ഹേ നിഗ്രോധ, പ്രേമഹാസാവലോകനൈഹി നഹ മനഃ ഹൃത്വ നന്ദസൂനുഹു ഗതഃ വഹ ദൃഷ്ടഃ കച്ചിത്. നിങ്ങളാൽ ദർശിക്കപ്പെട്ടുവോ, കണ്ടുവോ? ദയവ് ചെയ്ത് പറയൂ. അപ്പൊ കള്ളനാണവൻ, എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. ഞങ്ങളുടെ ഏറ്റവും വിലപിടിച്ചതായിട്ടുള്ള ഹൃദയം, ഞങ്ങളുടെ മനസ്സ്, അതില്ലാതെയായി. അതുകൊണ്ട് പറഞ്ഞു തരൂ, പറഞ്ഞു തരൂ എന്ന് ദീനരായിട്ട് ഉന്മാദഭാവത്തില് ആ ഗോപികമാര് വൃക്ഷങ്ങളോട് ചോദിച്ചു. അപ്പൊ ആ വൃക്ഷങ്ങള് ഒന്നും മിണ്ടാതെ നിന്നു. അപ്പൊ പിന്നെ ഈ വലിയ വലിയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ ഇത്തിരി ഗംഭീര ഭാവമാണ്, തലക്കനൊക്കെ കൂടും. അതുകൊണ്ട് ചെറിയ ആൾക്കാരോട് ചോദിക്കാം എന്ന് വിചാരിച്ച് ചുറ്റുമുള്ളതായിട്ടുള്ള ചെറിയ, എന്താ പറയുക, പുഷ്പിച്ചു നിൽക്കുന്നതായിട്ടുള്ള സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് വഴിപോക്കരെ അനുഗ്രഹിക്കുന്ന സന്മനസ്സുള്ളവരായ ചെറിയ മരങ്ങളും ചെറിയ സസ്യങ്ങളോടും ഒക്കെ ചോദിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ചിലര് അവിടെ ചോദിക്കുന്നു, അല്ലേ? ആരിൽ നിന്നാണ് ഉത്തരം കിട്ടുക എന്നറിയില്ല. അപ്പൊ ആകെ പരിഭ്രമമാണ്. ഓരോരുത്തരും ഓടി 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 ചെന്ന് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. കച്ചിത് കുരവകാശോകനാഗ പുന്നാഗ ചമ്പകാഹ രാമാനുജോ മാനിനീനാം ഇതോ ദർപ്പഹരസ്മിതഃ. കച്ചിത് കുരവകാശോകനാഗ പുന്നാഗ ചമ്പകാഹ
രാമാനുജോ മാനിനീനാം ഇതോ ദർപ്പഹരസ്മിതഃ. അപ്പൊ ഇവിടെ ചെറിയ വൃക്ഷങ്ങളെ ഒന്നിച്ച് ബഹുവചനത്തിൽ പ്രയോഗിച്ചുകൂടെ? കുരബക അശോക നാഗ പുന്നാഗ ചമ്പക, ഒന്നിച്ചുള്ള സംബോധനയാണ്. അല്ലയോ കുരബകമേ, അല്ലയോ അശോകമേ, അല്ലയോ നാഗമേ, അല്ലയോ പുന്നാഗമേ, അല്ലയോ ചമ്പകമേ എന്ന് ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഒന്നിച്ച് ശുഖബ്രഹ്മർഷി ഒന്നിച്ചൊരു പദമായിട്ട് തന്നു. ഹേ കുരബക അശോക നാഗ പുന്നാഗ ചമ്പക. എന്താണ്? ആ മാനിനീനാം ദർപ്പഹരസ്മിതഃ രാമാനുജഃ ഇതഃ ഗതഃ കച്ചിത്. ആ കള്ളൻ രാമാനുജൻ, ബലരാമന്റെ അനുജൻ രാമാനുജൻ, ഇതഃ ഈ വഴിക്ക്, ഗതഃ കച്ചിത് പോയോ, ഈ വഴിക്കാണോ അവൻ പോയത്? എന്തു ചെയ്തിട്ട്? മാനീനാം ദർപ്പഹരസ്മിതഃ രാമാനുജഃ. അപ്പൊ കാര്യം പിടികിട്ടിയവർക്ക് ഭഗവാന്റെ മന്ദസ്മിതം എത്ര മാനിനികൾ, എത്ര പ്രൗഢ ഗംഭീരകളായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതാണ്. ഭഗവാൻ ഒന്ന് ചിരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എല്ലാവരുടെയും മാനം, എല്ലാവരുടെയും ദർപ്പം. അങ്ങനെ തന്റെ പുഞ്ചിരി കൊണ്ട്, തന്റെ ഹാസം കൊണ്ട് എല്ലാ സ്ത്രീകളുടെയും അഭിമാനത്തെയും മനസ്സിനെയും അപഹരിച്ച് പോകുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ മുമ്പിൽ എത്ര കുലസ്ത്രീ ആയിക്കോട്ടെ, എത്ര മാനിനി ആയിക്കോട്ടെ, അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആരുടെ മനസ്സും ആരുടെ അഹങ്കാരവും ശമിച്ചു പോകും, ഭഗവാന്റെ പുറകെ പോകും. അപ്പൊ അതാണ് ഇവിടെ മാനിനീനാം ദർപ്പഹരസ്മിതഃ രാമാനുജഃ. മാനിനികളുടെ എല്ലാ സ്ത്രീകളുടെയും, അഭിമാനികളായിട്ടുള്ള സ്ത്രീകളുടെയും ദർപ്പത്തെ ഹരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയവനായ രാമാനുജൻ ഇതഃ ഗതഃ കച്ചിത്, ഈ വഴിക്ക് എങ്ങാനും പോയോ എന്ന് കുരബകം, അശോകം, നാഗം, പുന്നാഗം, ചമ്പകം മുതലായ ഇതെല്ലാം പുഷ്പവൃക്ഷങ്ങളാണ്, പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. മറ്റത് പുഷ്പങ്ങളില്ലാതെ നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളായിരുന്നു അശ്വത്ഥം, പ്ലക്ഷം, നഗ്രോധമെല്ലാം. അപ്പൊ ഇവരിത്തിരി കൂടി പരോപകാരിണികളാണ് അല്ലെ. ഈ വൃക്ഷങ്ങൾ മറ്റുള്ളവർക്ക് പുഷ്പങ്ങൾ വാരിക്കോരി ചൊരിയുന്നവരാണ്. അപ്പൊ സന്മനസ്സുള്ളവരാണ് കുറെ കൂടി. അതുകൊണ്ട് നിങ്ങളെങ്കിലും പറയുവിൻ എന്ന മട്ടില് ഈ പുഷ്പവൃക്ഷങ്ങളോട് ചോദിക്കുകയാണ്. കച്ചിത് കുരബകാശോക. കുരബകം എന്നൊക്കെ പറഞ്ഞാല് അരളി മുതലായിട്ടുള്ള വൃക്ഷങ്ങളാണ്. അശോകം, നാഗം, പുന്നാഗം, ചമ്പകം മുതലായ പുഷ്പവൃക്ഷങ്ങൾ. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു, മാനിനികളുടെ ദർപ്പത്തെ ഹരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയ ആ ബലരാമാനുജൻ ഈ വഴിക്കെങ്ങാനും പോയോ? കച്ചിത് തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയേ സഹത്വാളികുലൈർബിഭ്രദൃഷ്ടസ്തേതി പ്രിയോച്യുതഃ. കച്ചിത് തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയേ സഹത്വാളികുലൈർബിഭ്രദൃഷ്ടസ്തേതി പ്രിയോച്യുതഃ. അപ്പോഴും മറുപടിയൊന്നും കിട്ടിയില്ല. ഉടനെ വേറെ ചില സ്ത്രീകള്, ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വരൂ, ഭഗവാന് പ്രിയതമയായിട്ടുള്ള തുളസി ഉണ്ടതാ. ആ തുളസി മര്യാദക്കാരിയാണ്, കല്യാണിയാണ്, മംഗളശീലമുള്ളവളാണ്, പുണ്യാത്മാവാണ്, ചിലപ്പോ നമുക്ക് പറഞ്ഞു തരും. ആ ഭാവത്തിൽ തുളസിയെ അഭിസംബോധന ചെയ്യുന്നു. ഹേ തുളസി, കല്യാണി, നീ നല്ല മംഗളരൂപിണിയാണല്ലോ, ഭഗവാന് പ്രിയതമയല്ലേ, ഗോവിന്ദ ചരണപ്രിയേ, ഗോവിന്ദ ചരണത്തിന് ഏറ്റവും പ്രിയമായിട്ടുള്ളതല്ലേ, ഗോവിന്ദ ചരണത്തെ പ്രിയമായി ധ്യാനിക്കുന്നവളല്ലേ, സേവിക്കുന്നവളല്ലേ നീ, ആ ഭഗവാന്റെ പത്നി സമാനയല്ലേ നീ. അങ്ങനെയുള്ള നീ അളികുലൈഹി സഹ ത്വാം ബിഭ്രത് തേ അതിപ്രിയ അച്യുതഃ ദൃഷ്ടഃ കച്ചിത്. അളികുലൈ സഹ ത്വാ വിഭ്രത്. അളികുലം എന്ന് പറഞ്ഞാൽ വണ്ടുകളുടെ കൂട്ടം. അപ്പൊ തുളസി, വൃന്ദാവനത്തിലെ തുളസിക്കൊക്കെ സവിശേഷമായിട്ടുള്ള ഗന്ധമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൃഷ്ണ തുളസി പോലെയല്ല അവിടെയുള്ള തുളസി, അതിന് നല്ല സുഗന്ധമുണ്ട്. അപ്പോൾ ആ സുഗന്ധമുള്ളത് കൊണ്ട് തന്നെ വണ്ടുകളൊക്കെ അതിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള അളികുലൈഹി സഹ, വണ്ടുകളോടുകൂടി ത്വാ വിഭ്രത, നിന്നെ വഹിക്കുന്ന.
തുളസിയെ വഹിക്കുന്ന ഭഗവാൻ പാദത്തിലും കഴുത്തിലും മാലയായിട്ടും ഒക്കെ തുളസിയെ വഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ത്വാ ബിഭ്രത് തേ അതിപ്രിയ അച്യുത, നിനക്ക് അതിപ്രിയനായ നിന്റെ പ്രാണവല്ലഭനായിട്ടുള്ള ആ അച്യുതൻ, ച്യുതിയൊന്നുമില്ലാത്ത ഗോവിന്ദൻ, ദൃഷ്ട കച്ചിത്, നിന്നാൽ കാണപ്പെട്ടുവോ, നീ ദർശിച്ചുവോ ആ കൃഷ്ണനെ? കച്ചിത്, കച്ചിത് എന്നുള്ളത് ചോദ്യരൂപമാണ്. കണ്ടുവോ എന്നുള്ളതിൻ്റെ ആ ഓ എന്നുള്ള ധ്വനിയാണ്. അപ്പൊ നിന്നാൽ കാണപ്പെട്ടുവോ, അപ്പൊ നിന്റെ പ്രിയതമനല്ലേ കൃഷ്ണൻ, നിന്നെയും വഹിച്ചുകൊണ്ട് മാലയിലും പാദത്തിലും ഒക്കെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനല്ലേ വണ്ടുകളോടുകൂടി. അങ്ങനെയുള്ള നിന്റെ അതിപ്രിയനായിട്ടുള്ള ഗോവിന്ദനെ നീ കാണാതിരിക്കില്ല. നീ കണ്ടുവെങ്കിൽ പറയൂ, നീ ഭാഗ്യവതിയാണ്, നീ കല്യാണിയാണ്, പുണ്യാത്മാവാണ്, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് തുളസിയോട് കെഞ്ചുകയാണ്. പക്ഷേ തുളസിയും മിണ്ടുന്നില്ല. തുളസിയും മിണ്ടാതായപ്പോ ഇവൾക്ക് നമ്മൾക്ക് വിട്ടുതരാനുള്ള മനസ്സില്ല അല്ലേ? അവൾ ഭഗവാന്റെ പ്രിയതമ പത്നിയെ പോലെയല്ലേ? അപ്പൊ സാപത്ന്യം, മറ്റുള്ളവര് സ്വന്തം ഭർത്താവിനെ അപഹരിച്ചോണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ മിണ്ടാത്തത്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം എന്ന് പറഞ്ഞ് മറ്റു പൂക്കൾ വിരിയുന്ന ചെടികളോട് ചോദിക്കണം, വള്ളികളോടൊക്കെ ചോദിക്കണം. തുളസിയെ വിട്ടു. തുളസി പറയുന്നില്ല, മറുപടി പറയുന്നില്ല. മാലത്യദർശിവക്കച്ചിത് മല്ലികേ ജാതിയൂധികേ പ്രീതിം ഭോജനയൻ യാതഃ കരസ്പർശേന മാധവഃ. മാലത്യദർശിവക്കച്ചിത് മല്ലികേ ജാതിയൂധികേ പ്രീതിം ഭോജനയൻ യാതഃ കരസ്പർശേന മാധവഃ. ഹേ മാലതി, ഹേ മല്ലികേ, ഹേ ജാതി, ഹേ യൂധികേ, ഇതൊക്കെ വള്ളികളിൽ പൂക്കുന്നതായിട്ടുള്ള പുഷ്പങ്ങളാണ്. അപ്പോ വള്ളികളിലുള്ള പുഷ്പങ്ങളോട് ചോദിക്കണം, അല്ലയോ മാലതി, മുല്ലകളിലുള്ള വെറൈറ്റികളാണ് മാലതിയും മല്ലികയും ഒക്കെ. അതുപോലെ പിച്ചകമേ, ഹേ യൂധികേ, ഇതൊക്കെ പുഷ്പങ്ങളുടെ പേരുകളാണ്. അപ്പൊ അവരെയൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്, അല്ലയോ മാലതി, അല്ലയോ മല്ലികേ, ജാതി, ജാതി പുഷ്പമേ, യൂധികേ, കരസ്പർശേന വഹ പ്രീതിം ജനയന് യാതഃ മാധവഃ വഹ അദർശീ കച്ചിത്. കരസ്പർശേന വഹ പ്രീതിം ജനയന്. ഇപ്പോ ഈ ചെടികളെയും പുഷ്പങ്ങളെയൊക്കെ കാണുമ്പോ ഒരു എന്താ പറയാ, അവരിങ്ങനെ തരളിതരായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ മിക്കവാറും വെളുത്ത പൂക്കളായിരിക്കും. രാത്രി നേരത്ത് വികസിച്ചു വരുന്ന പൂക്കളാണ് മാലതി, മല്ലിക മുതലായതൊക്കെ. അപ്പൊ അവരെല്ലാം ഫ്രഷായിട്ട് നിൽക്കുകയാണ്, ഒരു രോമാഞ്ചത്തോടു കൂടി നിൽക്കുന്നത് പോലെ, തരളിതരായിട്ട് നിൽക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കരസ്പർശേന വഹ പ്രീതിം ജനയന്. ഭഗവാൻ നിങ്ങളെയൊക്കെ തലോടിക്കൊണ്ടാണ് പോയതല്ലേ? ഭഗവാന്റെ കരസ്പർശം കൊണ്ട് വഹ നിങ്ങൾക്ക് പ്രീതിം ജനയന്, നിങ്ങൾക്ക് പ്രീതിയെ ജനിപ്പിച്ചുകൊണ്ട്, സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ട്, യാതഃ മാധവഃ, ഈ വഴിക്ക് പോയതായിട്ടുള്ള മാധവനെ വഹ അദർശി, നിങ്ങൾ ദർശിച്ചുവോ കച്ചിത്, നിങ്ങൾ കണ്ടു കാണണം, നിങ്ങളാൽ കാണപ്പെട്ടുവല്ലോ അല്ലേ? അവൻ ഏതു വഴിക്കാ പോയത് ആ കള്ളൻ? എന്തായാലും നിങ്ങളെ സ്പർശിച്ചു, നിങ്ങൾ ഭാഗ്യവതികളാണ്. നിങ്ങളെ കാണുമ്പോൾ അറിയുന്നുണ്ട് ആ ഭഗവാന്റെ കരസ്പർശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ആ കൃഷ്ണൻ ഏതു വഴിക്കാ പോയത് എന്ന്. ഇങ്ങനെ ഓരോ വിഭാഗം സസ്യലതാദികളോടും എന്താ പറയുക, ഒരു ലജ്ജയുമില്ലാതെ ഉന്മാദഭാവത്തില് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അലയുകയാണ്. ചൂതപ്രിയാളപനസാസന കോവിദാര ജംബർക്ക ബില്വബകുളാമ്ര കദംബ നീപാഹ യേന്യേ പരാർത്തഭവഗാ യമുനോപകൂലാഹ ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാംനഃ. ചൂതപ്രിയാളപനസാസന കോവിദാര ജംബുർക്ക ബില്വബകുളാമ്ര കദംബ നീപാഹ യേന്യേ പരാർത്തഭവഗാ യമുനോപകൂലാഹ
ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാം നഃ. അപ്പോ മറ്റ് പല വൃക്ഷങ്ങളോടും തന്നെ വീണ്ടും ചോദിക്കുകയാണ്. മറ്റേ വള്ളികളൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പൊ ഇനി ധാരാളം ഫലങ്ങൾ നൽകുന്ന ഫലവൃക്ഷങ്ങളോട് ചോദിക്കുകയാണ്. ഇത് ഫലവൃക്ഷങ്ങളുടെ ലിസ്റ്റാണ്. എന്തൊക്കെയാണ്? ചൂത, പ്രിയാള്, പനസ, ആസന, അസന, കോവിദാര, ജംബു, അർക്ക, ബിൽവ, ബകുള, ആമ്ര, കദംബ, നീപാഹ. 12 വൃക്ഷങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. എന്തൊക്കെയാണ്? ചൂത, പ്രിയാള്, പനസ, അസന, കോവിദാര, ജംബു, അർക്ക, ബിൽവ, ബകുള, ആമ്ര, കദംബ, നീപാഹ. വിവിധങ്ങളായ ഫലവൃക്ഷങ്ങളാണിതെല്ലാം. ഇപ്പൊ പലതരത്തിലുള്ള മാവ്, പ്ലാവ്, ഞാവൽപ്പഴം മുതലായിട്ടുള്ള ഓരോന്നിനെയും എടുത്തെടുത്ത് പറയണം. ചൂത എന്ന് പറഞ്ഞാൽ ചൂതം തേന്മാവാണ്. അതുപോലെ പ്രിയാളം എന്ന് പറയുന്നതായിട്ടുള്ള വൃക്ഷം. പനസം എന്ന് പറഞ്ഞാൽ പനസം പ്ലാവ് തന്നെയാണ്. അതുപോലെ തന്നെ അസന വൃക്ഷം, കോവിദാര വൃക്ഷം, ജംബൂ വൃക്ഷം, അല്ലെ? ജംബൂ എന്നുള്ളത് നമുക്കറിയാം, ജംബൂഫലം, ഞാവൽപ്പഴം, അർക്കഫലം എന്നുള്ളതായിട്ടുള്ള ഫലമുണ്ട്. അതുപോലെ ബിൽവം, ബിൽവത്തിലുള്ളതായിട്ടുള്ള കായകളും വടക്കേന്ത്യക്കാരൊക്കെ നല്ലോണം ഔഷധം പോലെ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതാണ്. ഇപ്പോൾ ബിൽവം. ബകുളം എന്നുള്ളതായിട്ടുള്ള ഫലം. ആമ്രം എന്നുള്ളതും മാവിന്റെ മറ്റൊരു ഇത്. ചൂതം എന്നുള്ളത് തേന്മാവ്, ആമ്രം എന്നുള്ളത് മറ്റൊരു മാവ് തന്നെയാണ്. അതുപോലെ കദംബം, നീപാഹ, നീപം മുതലായിട്ടുള്ള വൃക്ഷങ്ങൾ. അപ്പോൾ ഓരോരോ വൃക്ഷങ്ങളെയും പേരെടുത്ത് ചോദിക്കണം. ഹേ ചൂതമേ, ചൂതവൃക്ഷമേ നീ കണ്ടുവോ? ഹേ പ്രിയാളമേ നീ കണ്ടുവോ? ഹേ പനസവൃക്ഷമേ നീ കണ്ടുവോ? ഹേ അസനവൃക്ഷമേ നീ കണ്ടുവോ? ഹേ കോവിദാര നീ കണ്ടുവോ? ഹേ ജംബൂവൃക്ഷമേ, ഹേ അർക്കവൃക്ഷമേ, ഹേ ബില്ലവൃക്ഷമേ, ഹേ ബകുളവൃക്ഷമേ, ഹേ ആമ്രവൃക്ഷമേ, ഹേ കദംബവൃക്ഷമേ, ഹേ നീപവൃക്ഷമേ. ഓരോരുത്തരോടും പോയി ചോദിക്കുക. അനേക സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തരും ഓരോ വൃക്ഷങ്ങളോടും പോയി ചോദിക്കുകയാണ്. തട്ടി ചോദിക്കുകയാണ്. അല്ലേ? ഒരു അവസ്ഥ നമ്മളൊന്ന് മനസ്സിൽ കാണുക. എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ എന്ന് നോക്കുക. എത്ര ഭക്തി പരവശകളാണ്, പ്രേമ പരവശകളാണ്, അനുരാഗ പരവശരാണ്. അവരുടെ എല്ലാ വ്യക്തിത്വവും നഷ്ടപ്പെട്ട് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അവരുടെ ഹൃദയമേ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രാണനാണ് ഭഗവാൻ. അപ്പോ ഒരു പ്രാണസങ്കടം, ചക്രശ്വാസം വലിക്കുന്ന പോലെ വേണമെങ്കിൽ പറയാം, അല്ലേ? അത്രയും വ്യാകുലതയോടുകൂടെ ഭഗവാനെ തെരയുന്ന എല്ലാ ചരാചരങ്ങളോടും ഭഗവാനെ കുറിച്ച് ചോദിക്കുന്ന ആ ഒരു ഭാവം. വാസ്തവത്തിൽ ഇതിലൊക്കെ ഭഗവാനെ കാണാം. ഈ നിൽക്കുന്നതൊക്കെ ആ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. ഇത് ഓരോന്നും ഭഗവാന്റെ വിവിധ ഭാവങ്ങളാണ്. അത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ, എല്ലാറ്റിലും ഭഗവാനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഗുരുവായൂരിലേക്കും തിരുപ്പതിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ എല്ലാറ്റിലും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂരിലേക്ക് തന്നെ പോകുന്നത്. അതുപോലെ ഇവിടെയും ഒരു സ്റ്റേജാണത്. ഭഗവാന്റെ ആ പ്രത്യേക രൂപത്തിൽ തന്നെ കാണാനുള്ളതായിട്ടുള്ള ഒരു കൊതി, ആ ആഗ്രഹത്തോടെ സകല ചരാചരങ്ങളോടും അന്വേഷിക്കുകയാണ്. വിവശരായിട്ട് ഉന്മാദാവസ്ഥയിൽ എന്ന് പറയാം. അവരെ തന്നെ മറന്നിരിക്കുന്നു. ചൂതപ്രിയാള പനസാസന കോവിദാര ജംബർക്ക ബിൽവ ബകുളാമ്ര കദംബ നീപാഹ. അവരെ പ്രശംസിക്കുകയാണ്. ഏ അന്യേ പരാർത്ഥ ഭവഗാഹ. നിങ്ങളൊക്കെ
പരാർത്ഥഭവകാഹ എന്ന അന്യർക്ക് വേണ്ടി ഭവിച്ചവരാണ്. പരോപകാരാർത്ഥമിതം ശരീരം, അല്ലേ? എന്താ പറയുക, പരോപകാരായ ഫലന്തി വൃക്ഷാഹ. സുഭാഷിതം പറയും, പരോപകാരായ ഫലന്തി വൃക്ഷാഹ. ഈ വൃക്ഷങ്ങളൊക്കെ ഇത്രയും ഫലിച്ചു നിൽക്കുന്നത്, പൂത്തു കായ്ച്ചു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. തങ്ങൾ ഒരു പഴം പോലും കഴിക്കാറില്ല. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും പഴങ്ങളെ ചുമന്നു നിൽക്കുന്ന പരോപകാരപ്രദരായിരിക്കുന്നവരെ, പരാർത്ഥഭവകാഹ, പരാർത്ഥമായി ജീവിക്കുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളോട് കരുണ തോന്നുമല്ലോ. നിങ്ങൾ പറയാതിരിക്കുകയില്ല. മാത്രമല്ല, നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്? യമുനോപകൂലാഹ, അല്ലേ? ഒരു തീർത്ഥസ്ഥാനമാണ് യമുന. അതിൽ കാളിന്തി, ഇവിടെ വൃന്ദാവനത്തിലുള്ള യമുന എന്നുള്ളത് ഏറ്റവും തീർത്ഥമായിട്ടുള്ള സ്ഥാനമാണ്. അപ്പോൾ ആ തീർത്ഥസ്ഥാനത്ത് നിൽക്കുന്ന സജ്ജനങ്ങളെ പോലെയാണ് നിങ്ങൾ, അല്ലേ? തീർത്ഥസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് മഹാത്മാക്കളെ കാണാം. ആ മഹാത്മാക്കളെ കണ്ട് അവരോടാണ് ഭഗവാനെ കുറിച്ച് ചോദിക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ ഗോപികമാര് തീർത്ഥസ്ഥാനത്ത് നിൽക്കുന്ന പരോപകാരികളായ സാധുക്കളായ വൃക്ഷങ്ങളോട് ചോദിക്കുന്നത്. നമ്മളും തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോയാൽ അവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്കല്ല പോകേണ്ടത്, അവിടെയുള്ള ആശ്രമങ്ങളോ സജ്ജനങ്ങളോടോ ഒക്കെയാണ് ചോദിക്കേണ്ടത് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ വിശേഷങ്ങളെ കുറിച്ച്, ഭഗവാനെ അറിയാൻ വേണ്ടി. ഇവിടെ പരാർത്ഥഭവകാഹ യമുനോപകൂലാഹ, യമുനയുടെ ഉപകൂലത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ, സമീപത്ത് നിൽക്കുന്നവരെ, കൃഷ്ണപദവിയും ശംസന്തു, കൃഷ്ണന്റെ സ്ഥാനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ്. ഇത് തന്നെ ചോദിക്കേണ്ടത്, സജ്ജനങ്ങളോടൊക്കെ ഇത് തന്നെയാ ചോദിക്കേണ്ടത്. കൃഷ്ണൻ എവിടെയാണുള്ളത്, കൃഷ്ണ തത്വം എന്താണ്, കൃഷ്ണനെ എവിടെ കാണാൻ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തത്വമസി എന്ന്. നിന്റെ ഉള്ളിലോട്ട് നോക്ക്, നീ പുറത്തല്ല നോക്കേണ്ടത്. ഇവിടെ കൃഷ്ണപദവിയും ശംസന്തു, ആ കൃഷ്ണന്റെ സ്ഥാനം അവൻ എവിടേക്കാ പോയേ എന്ന് കാണിച്ചു തരൂ, പറഞ്ഞു തരൂ. രഹിതാത്മനാം നഹ, ഞങ്ങളോ ആത്മാവ് നഷ്ടപ്പെട്ടവരാണ്. ഞങ്ങളുടെ അന്ധക്കരണം, മനസ്സ്, ഹൃദയം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് രഹിതാത്മനാം നഹ, മനസ്സ് നഷ്ടപ്പെട്ടവരായ ഞങ്ങൾക്ക് നഷ്ടം. ഞങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ അവൻ അപഹരിച്ചുകൊണ്ടുപോയി. അപ്പോൾ മനസ്സില്ലാത്ത, ഹൃദയമില്ലാത്ത ആ ഞങ്ങൾക്ക് ആ കള്ളൻ, ആ കൃഷ്ണൻ എവിടെയാണുള്ളത്, അവന്റെ സ്ഥാനം പറഞ്ഞു തരൂ. നിങ്ങൾ പരാർത്ഥ ഭവകന്മാരല്ലേ, നിങ്ങൾ തീർത്ഥസ്ഥാനം സേവിക്കുന്നവരല്ലേ, യമുനോപകൂലാഹായൂയം. അപ്പോ അതുപോലെ മറ്റുള്ള അന്യേ എന്നും പറയുന്നുണ്ട്. മറ്റേതൊക്കെ സസ്യങ്ങളുണ്ടോ വൃക്ഷങ്ങളുണ്ടോ അവരോടൊക്കെ ചോദിക്കുകയാണ്. ചൂതപ്രിയാളപനസാസന കോവിദാരജംവർക്ക ബിൽവ ബകുളാമ്ര കദംബ നീപാഹ യേന്യേ പരാർത്ഥഭവകാ യമുനോപകൂലാഹ ശംസന്തു കൃഷ്ണപദവീം രഹിതാത്മനാം നഹ. അപ്പൊ ഞങ്ങളുടെ മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, ബുദ്ധിശൂന്യകളായിരിക്കുന്നു. എവിടെയാണ് കൃഷ്ണനുള്ളതെന്ന് ഞങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വേണം കാണിച്ചു തരാൻ. അല്ലേ? ഒരു സാധകൻ ഗുരുക്കന്മാരുടെ അടുത്ത് പോയാൽ ഇങ്ങനെ തന്നെയാ പറയേണ്ടത്. ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ അറിയാനുള്ളതായിട്ടുള്ള സാമർഥ്യമില്ല, യോഗ്യതയില്ല, അതുകൊണ്ട് നിങ്ങൾ വേണം കാണിച്ചു തരാൻ എന്ന് പറയും പോലെ ഈ യമുനാതീരത്തുള്ള വൃക്ഷങ്ങളോട്, പരോപകാരികളായ വൃക്ഷങ്ങളോട്, സാധുക്കളായ വൃക്ഷങ്ങളോട് ഗോപികമാർ ചോദിക്കുന്നു. അപ്പൊ ഗോപികമാർക്ക് ഈ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ വല്ല ഋഷിമുനിമാരൊക്കെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. അവരോട് ചോദിച്ചു, കിം തേ കൃതം ക്ഷിതി തപോബദ കേശവാംഗ്രിസ്പർശോത്സവോത്പുളകിതാംഗരുഹൈർവിഭാസി അപ്യംഗ്രി സംഭവ ഉരുക്രമ വിക്രമാദ്വാ ആഹോ വരാഹ വപുഷഃ പരിരംഭണേന. കിം തേ കൃതം ക്ഷിതി തപോബദ കേശവാംഗ്രിസ്പർശോത്സവോത്പുളകിതാംഗരുഹൈർവിഭാസി അപ്യംഗ്രി സംഭവ ഉരുക്രമ വിക്രമാദ്വാ ആഹോ വരാഹ വപുഷഃ പരിരംഭണേന. ഭൂമിദേവിയോട് വരെ ചോദിക്കുകയാണ്.
ഇനി ഇവരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ മാതാവായിട്ടുള്ള ഭൂമിദേവിയെങ്കിലും ദയ കാണിച്ച് പറഞ്ഞു തരില്ലേ? കാരണം ഭൂമിക്ക് അറിയാതിരിക്കില്ല, ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൃഷ്ണൻ ഭൂമിയിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഭൂമിദേവിക്ക് അറിയാം, അതുകൊണ്ട് ഭൂമിദേവിയോട് ചോദിക്കാമെന്ന് ചില സ്ത്രീകൾ വിചാരിച്ചു. അങ്ങനെ ആ ഭൂമിയോട് ചോദിക്കണ, ഹേ ക്ഷിതി, അല്ലയോ ക്ഷിതി എന്ന് പറഞ്ഞാല് ഭൂമിയുടെ പര്യായമാണ്. അല്ലയോ ഭൂമിദേവി, കിം തേ കൃതം തപഃ, നീ എന്ത് തപസ്സാണ് ചെയ്തത്? നീ ഭാഗ്യവതിയാണ് എന്നർത്ഥം. എന്നെ തപം ചെയ്തനൈ, കിം തേ തപഃ കൃതം, നീ എന്ത് തപസ്സാ ചെയ്തത്? കാരണം നിന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഭഗവാന്റെ പാദസ്പർശം നിന്നിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ബദ കേശവാംഗ്രി സ്പർശോത്സവോത്പുളകിതാംഗരുഹൈർവിഭാസി ത്വം വിഭാസി, നീ ശോഭിക്കുന്നു, നീ പ്രകാശിക്കുന്നു. എങ്ങനെ? പുളകിത അംഗരുഹൈഹി, പുളകത്തോടുകൂടിയ അംഗരുഹം എന്ന് പറഞ്ഞാൽ രോമമാണ്, ശരീരത്തിലുണ്ടാകുന്ന രോമം അംഗരുഹം. മറ്റത് ശിരോരുഹം, തലയിലുണ്ടാകുന്ന മുടി. അപ്പൊ അംഗരുഹം പുളകിതം എന്ന് വെച്ചാലോ രോമാഞ്ചം എന്ന് പറയണം. അപ്പൊ ഭൂമിദേവിക്ക് രോമാഞ്ചം അതെങ്ങനെയാ കാണുക? അത് നല്ല പുല്ലുകളും ചെടികളും ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ഒക്കെ അങ്ങനെ നല്ല പച്ചപ്പോടുകൂടി ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ദേവിയുടെ ഭൂമിയുടെ പുളകം എന്ന് പറയുന്നത്. മരുഭൂമി പോലെ ആവുന്നതല്ല, യാതൊരു ഇതുമില്ലാതെ ജഡാവസ്ഥയിലിരിക്കുന്നതല്ല, വളരെ ജീവൻ തുടിക്കുന്നതായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് പച്ച പുല്ലുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാവം. അപ്പൊ ഭൂമിദേവിയെ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കണം. അപ്പൊ ഈ വഴിക്ക് കൃഷ്ണൻ പോയിട്ടുണ്ട് ഉറപ്പ്. കൃഷ്ണന്റെ പാദസ്പർശം ഇവിടെ ഏറ്റിട്ടുണ്ട്. അതാണ് കേശവ അംഗ്രിസ്പർശ ഉത്സവ ഉത്പുളകിത അംഗരുഹൈഹി വിഭാസി. ആ കേശവന്റെ, ബ്രഹ്മദേവനെയും മഹാദേവനെയും ഈശിക്കുന്നവനായ ആ നാരായണന്റെ അംഗ്രിസ്പർശം, ഭഗവാന്റെ പാദസ്പർശം കൊണ്ടുള്ള ഉത്സവം, ആ ഒരു അത്യുത്സാഹം, ആ അത്യുത്സാഹം കൊണ്ട് ഉത്പുളകിത അംഗരുഹൈഹി, നല്ലതുപോലെ ഉയർന്നു നിൽക്കുന്ന പുളകിതം, ഉത്പുളകിതം, ആ ഉത്പുളകം, രോമാഞ്ചം, അങ്ങനെയുള്ള അംഗരുഹൈഹി, രോമങ്ങൾ പോലെ എന്ന് വെച്ചാൽ പുൽക്കൊടികളൊക്കെ, പുൽനാമ്പുകളെല്ലാം ഭൂമിദേവിയുടെ രോമങ്ങളാണ്. വൃക്ഷങ്ങളൊക്കെ ഭൂമിയുടെ രോമങ്ങളാണ്. ഇവിടെ പുൽക്കൊടികൾ പ്രത്യേകിച്ച്. അപ്പൊ അതെല്ലാം അങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്നത് ശോഭിക്കുന്നു. വിഭാസി, അംഗരുഹൈ വിഭാസി. അപ്പോ ഭഗവാന്റെ ആ കൃഷ്ണന്റെ പാദസ്പർശം ഏറ്റിട്ടല്ലേ, അല്ലാതെ ഭൂമിയെ ഭഗവാൻ പല രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. പണ്ടും പല അവതാരങ്ങളിലൂടെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 2 അവതാരങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന് ഉരുക്രമനായി അഥവാ വാമനനായി ഭഗവാൻ അവതരിച്ച, ആ ഭൂമിയെ മുഴുവൻ തന്റെ പാദം കൊണ്ട് സ്പർശിച്ച ഒരവതാരം. മറ്റൊന്ന് വരാഹവപുസ്സായിട്ട് ഭഗവാൻ ഭൂമിയെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന. അപ്പൊ ആ 2 അവതാരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അഭി അംഗ്രിസംഭവ ഉരുക്രമ വിക്രമാത് വാ. അപ്പൊ ഉരുക്രമ വിക്രമാത് അംഗ്രിസംഭവ വാ. ആ ഉത്പുളകം കാണുന്നത്, രോമാഞ്ചം കാണുന്നത് പണ്ട് ഉരുക്രമന്റെ വിക്രമം പാദ വിക്ഷേപം. ഭഗവാൻ ആ ത്രിവിക്രമനായി വാമനനായി ഭൂമിയെ മുഴുവൻ അളന്നെടുത്തതായിട്ടുള്ള ആ സമയത്ത് ഭഗവാന്റെ അംഗ്രി സ്പർശം കൊണ്ട് സംഭവിച്ചതാണോ, അന്നുണ്ടായ ഉത്പുളകമാണോ ഇപ്പോഴും കാണുന്നത്? അപ്പീ അങ്ങനെയാണോ? ആവാൻ വഴിയില്ല അല്ലേ? എത്രയോ കാലം മുമ്പാണ് ഭഗവാൻ വാമനനായിട്ട് അവതരിച്ചത്. അതാണോ? ഇനി ആഹോ അഥവാ ഇങ്ങനെയാണോ? വരാഹവപുഷ പരിരംഭണേന, ആ വരാഹമൂർത്തിയുടെ ആലിംഗനം കൊണ്ടാണോ? അത് രണ്ടും ആവാൻ വഴിയില്ല. ഇപ്പോഴത്തെ ഈ ഒരവസ്ഥ, ഇപ്പോഴുള്ള അവസ്ഥ ഈ കേശവന്റെ അംഗ്രിസ്പർശ ഉത്സവം കൊണ്ടുണ്ടായത് തന്നെ ആയിരിക്കണം. അപ്പോൾ ഭൂമിദേവിയുടെ ഭർത്താക്കന്മാരുടെ സ്പർശത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എങ്ങനെയാണ് ഭൂമിദേവിക്ക് ഭർത്താവിന്റെ സ്പർശമുണ്ടാകുമ്പോൾ പുളകമുണ്ടാകുന്നത്?
അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താവായ ഭഗവാന്റെ സ്പർശം കൊണ്ട് പുളകുണ്ടാവുന്നത് ദേവിക്ക് സന്തോഷമല്ലേ, ഞങ്ങളെ സഹായിക്കുന്നത് അല്ലേ? ദേവിക്ക് ദേവിയുടെ ഭർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് പുളകമുണ്ടാകുന്നത് പോലെ ഞങ്ങൾക്കും ഭഗവാനാകുന്ന ഭർത്താവിന്റെ സ്പർശം കൊണ്ട്, പാദസ്പർശം കൊണ്ട് ഞങ്ങളും പുളകിതരാവട്ടെ. ഇങ്ങനെ പല രീതിയിൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആ ഭ്രമം, ഉന്മാദാവസ്ഥ ഈ ഭൂമി ദേവിയോടൊക്കെ ചോദിക്കുകയാണ്. ഉരുക്രമ വിക്രമാത് അംഗ്രിസംഭവ വാ, അഥവാ ആഹോ വരാഹവപുഷ പരിരംഭണേന, ആ വരാഹമൂർത്തിയുടെ ആലിംഗനം കൊണ്ടുണ്ടായ രോമാഞ്ചമാണോ? ആവാൻ വഴിയില്ല. ഇപ്പൊ കൃഷ്ണൻ പോയതിന്റെ അല്ലേ, കൃഷ്ണൻ ഭൂമിദേവിയുടെയും ഭർത്താവാണ്. അപ്പോ ഈ കൃഷ്ണനെ കുറിച്ച് ഗോപികമാർക്ക് നല്ല ബോധ്യമുണ്ട് എന്നർത്ഥം. ഈ കൃഷ്ണൻ തന്നെയാണ് മുമ്പ് ഉരുക്രമനായതും വരാഹമൂർത്തിയായതുമെല്ലാം. ഇപ്പൊ കൃഷ്ണനായിരിക്കുന്നു. ഇങ്ങനെ വാമനനോടും വരാഹമൂർത്തിയോടുമെല്ലാം ചേർത്തുകൊണ്ട് ഉപമിച്ചുകൊണ്ട് ഭഗവാനെ വർണ്ണിക്കുകയാണ്. അപ്പോ ആ അവതാരങ്ങളെടുത്ത ഭഗവാൻ തന്നെയാണ് ഇപ്പൊ ഇതാ കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നത്. അപ്പോ നിനക്കുള്ള സന്തോഷം ഞങ്ങൾക്കും നീ നൽകിക്കൂടെ? അപ്പൊ നിന്റെ ഭൂമിയുടെ ഏതു ഭാഗത്താണ് ഇപ്പൊ കൃഷ്ണനുള്ളത് നിനക്കറിയാമല്ലോ, ദയവ് ചെയ്ത് പറഞ്ഞു തരൂ എന്ന് തന്നെ. അപ്യേണ പത്ന്യുപഗത പ്രിയജേഹഗാത്രൈഃ തന്വൻദൃശാം സഖി സുനിർവൃതിമച്യുതോ വഹ കാന്താംഗസംഗകുചകുങ്കുമരഞ്ജിതായാഃ കുന്ദസ്രജകുലപതേരിഹ വാദിഗന്ധഃ. അപ്യേണ പത്നി ഉപഗത പ്രിയജേഹഗാത്രൈഃ തന്വൻദൃശാം സഖി സുനിർവൃതിമച്യുതോ വഹ കാന്താംഗസംഗകുചകുങ്കുമരഞ്ജിതായാഃ കുന്ദസ്രജ കുലപതേരിഹ വാദിഗന്ധഃ. ഇവിടെ ഒരു മാൻപേടയോട് ചോദിക്കണം. ഏണപത്നി, ഏണപത്നി, ഏണത്തിന്റെ പത്നി. ഏണം മാനാണ്, അതിന്റെ പത്നി മാൻപേട. അതിനെ സഖി എന്ന് തന്നെ സംബോധനയാണ്. ഹേ സഖി, ഏണപത്നി, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരി മാൻപേടേ, ഇഹ പ്രിയയാ ഗാത്രൈഃ വഹ ദൃശാം സുനിർവൃതിം തന്വൻ അച്യുതഃ ഉപഗതഃ അപി. അച്യുതഃ ഉപഗതഃ അപി, അച്യുതൻ ഉപഗമിച്ചുവോ, ഈ വഴിക്ക് പോയോ, നിങ്ങളുടെ സമീപത്തു കൂടെ പോയോ? എന്തുകൊണ്ടെച്ചാൽ ഈ മാൻപേടകളുടെ കണ്ണുകള് വലിയ കണ്ണുകളാണ്. അതിങ്ങനെ എപ്പോഴും തുടിച്ചു കൊണ്ടുപോയിരിക്കും. അടഞ്ഞും അല്ലേ, തുറന്നും അടഞ്ഞും തുറന്നും കൊണ്ട് ഇരിക്കുന്നതും ചലിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൗതുകം കണ്ട ഒരു ഭാവം, അത്ഭുതമായിട്ടുള്ള എന്തോ ദൃശ്യം കണ്ട് വികസിച്ചിരിക്കുന്നതും എന്താ പറയുക, ആ സ്മരണയിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാവമാണ് മാൻപേടകളുടെ കണ്ണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാൻപേട കൃഷ്ണനെ കണ്ടു കാണും. അതിന്റെ കണ്ണ് കണ്ടാൽ അറിയാം. ഒരു അതിശയം കണ്ട ഭാവത്തില് കണ്ണിങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹേ ഏണപത്നി, ഇഹ ഈ വഴിക്ക് ഇവിടെ പ്രിയയാ ഗാത്രൈഃ വഹ ദൃശാം സുനിർവൃതിം തന്വന്. ഇവിടെ ഗോപികമാർക്ക് ഒരു സംശയം ജനിച്ചു. ഇവിടെയാണ് ആദ്യമായിട്ട് ഗോപികമാർ അവരുടെ കൂട്ടത്തിൽ ഇല്ലാത്തവളായ ഒരു പ്രിയയെ കുറിച്ച് പറയുന്നത്. ഭാഗവതത്തില് പേര് പറയുന്നേ ഇല്ല അല്ലേ? ആരുടെ? രാധാദേവിയുടെ. എന്ത് കാരണമോ അറിയില്ല. എന്തായാലും ശ്രീശുക ബ്രഹ്മർഷി ആ രാധാദേവിയുടെ പേര് ഭാഗവതത്തിൽ പ്രയോഗിക്കുന്നേ ഇല്ല. പല കാരണങ്ങൾ പല മഹാത്മാക്കൾ പറയും. രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ശ്രീശുക ബ്രഹ്മർഷി സമാധിയിലേക്ക് പോകുന്നൊക്കെ രാധാഭക്തരായിട്ടുള്ള മഹാത്മാക്കൾ പറയുന്നു. പിന്നെ അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മറ്റ് ബ്രഹ്മവൈവർത്ത പുരാണം അതുപോലെയുള്ള പല കഥകളിലാണ് രാധയെ അവതരിപ്പിക്കുന്നത്.
ഇവിടെ ഭാഗവതം രാധ എന്നുള്ള പേര് ഉച്ചരിക്കുന്നേയില്ല. ഇവിടെ പ്രിയ, സഖി എന്നൊക്കെ ഗോപികമാരുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. അപ്പൊ ഇവിടെ ഇഹ പ്രിയയാ, ഒരു പ്രിയയോടുകൂടി ചേർന്ന് ഗാത്രൈഹി വഹ ദൃശാം സുനിർവൃതിം തന്മന്, ഭഗവാൻ തന്റെ ഗാത്രങ്ങൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്, വഹ നിങ്ങളുടെ ദൃശാം കണ്ണുകൾക്ക്, സുനിർവൃതിം തന്മന് നല്ല നിർവൃതിയെ, ആനന്ദത്തെ, സന്തോഷത്തെ തന്മന് ചെയ്യുന്നവനായിട്ട്, ആ അച്യുതൻ ഒരു ചുതിയും ഇല്ലാത്തവൻ, ഉപഗതഃ അപി നിങ്ങളുടെ സമീപത്തുകൂടെ വന്നുവോ, ഈ വഴിക്ക് പോയോ? എന്താ കാരണം വെച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് ഭഗവാന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് അനുമാനിക്കുന്നത്? അതിന് ഈ വായുവിന്റെ ഗന്ധം. ഞങ്ങൾ വളരെ സെൻസിറ്റീവാണ് ഇവിടെ. എന്താ വായുവിന്റെ ഗന്ധം? കാന്താംഗ സംഘ കുചകുങ്കുമ രഞ്ജിതായാ കുലപതേ കുന്ദസ്രജ ഗന്ധ ഇഹവാതി. ഇവിടെ ഭഗവാൻ മുല്ലമാല ധരിച്ചിട്ടുണ്ട്. ഭഗവാൻ വനമാല അല്ലെങ്കിൽ വൈജയന്തിമാല, മുല്ലമാല, തുളസിമാല, ഇങ്ങനെയൊക്കെ പല മാലകളും ധരിച്ചിട്ടുണ്ട്. കാരണം ഗോപികമാര് തന്നെ കൊണ്ടുവന്ന് ചാർത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഭഗവാന്റെ കഴുത്തിലെ മുല്ലമാല, അതാണ് കുന്ദസ്രജ ഗന്ധ, മുല്ലമാലയുടെ ഗന്ധം ഇഹവാതി ഇവിടെ വീശുന്നു. എങ്ങനെ? വെറും മുല്ലമാലയുടെ ഗന്ധമല്ല, ആ കുലപതിയായ ഭഗവാന്റെ കാന്താംഗ സംഘ കുചകുങ്കുമ രഞ്ജിതായാ കുന്ദസ്രജ. അപ്പൊ കുന്തമാലയിൽ കുചകുങ്കുമം രഞ്ജിക്കപ്പെട്ടിട്ടുണ്ട്. ആരുടെ? കാന്തയുടെ. ആരാ കാന്ത? ഭഗവാന്റെ പ്രിയതമയായ ആ സ്നേഹിത രാധാദേവി ആയിരിക്കണം. അപ്പൊ ആ കാന്തയുടെ അംഗസംഗം ചെയ്തപ്പോൾ, കാന്തയെ ആലിംഗനം ചെയ്തപ്പോൾ അവളുടെ കുചങ്ങളിലുള്ള കുങ്കുമം ഈ ഭഗവാന്റെ മാറിലെ മുല്ലമാലയിൽ പുരണ്ടു. അതാണ് കാന്തയുടെ അംഗസംഗം കൊണ്ട് കുചകുങ്കുമം രഞ്ജിതമായിരിക്കുന്ന കുന്ദസ്രജ, ആ കുന്തമാലയുടെ അഥവാ മുല്ലമാലയുടെ ഗന്ധ ഇഹവാതി ഇവിടെ വീശുന്നു. അപ്പൊ വെറും മുല്ലമാലയുടെ ഗന്ധമല്ല, അതിൽ കുചകുങ്കുമത്തിന്റെ ഗന്ധം കൂടി ഉണ്ട്. കാരണം ഇവരും ഒക്കെ കുങ്കുമം ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ കുങ്കുമത്തിന്റെ ഗന്ധം നല്ലോണം അറിയാം. വളരെ പരിചിതമായിട്ടുള്ള ഗന്ധമാണ് അവർക്ക്. അതുകൊണ്ട് അവർക്ക് അറിയാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പോ വെറും മുല്ലമാലയുടെ ഗന്ധം മാത്രമല്ല കാറ്റിൽ വരുന്നത്. ഇപ്പൊ ഈ വഴിക്ക് പോയതുകൊണ്ടുള്ള കാറ്റാണ്, ഫ്രഷാണ് കാറ്റ്. ആ മന്ദമാരുതനിൽ മുല്ലമാലയുടെ ഗന്ധവും ഒപ്പം ഈ കുങ്കുമത്തിന്റെ ഗന്ധവും ചേർന്ന് വരുന്നു. അപ്പൊ കുങ്കുമ ഗന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാധയുടെ കുചകുങ്കുമം തന്നെ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഇവരുടെ ചിന്ത. അപ്പോ ഭഗവാൻ രാധയെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ ആ രാധയും കൃഷ്ണനും കൂടി ഈ വഴിക്ക് പോയപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ വിസ്മയിച്ച് നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകിക്കൊണ്ടല്ലേ ഭഗവാൻ ഈ വഴിക്ക് പോയത്. അതുകൊണ്ട് ഹേ ഏണപത്നി, മാൻപേടയെ, നീയെങ്കിലും പറഞ്ഞു തരൂ, നീ കണ്ടുവോ, ഈ വഴിക്ക് പോയിയോ എന്നാണ്. അപ്യേണ പത്നി ഉപഗത പ്രിയേഹ ഗാത്രൈ തന്വൻ ദൃശാം സഖി സുനിർവൃതിമച്യുതോ വഹ കാന്താംഗസംഗ കുചകുങ്കുമരഞ്ജിതായ കുന്ദസ്രജ കുലപതേരിഹവാതി ഗന്ധ. അപ്പൊ ഇനിയുള്ള ഇവരുടെ ആ വാക്കുകളിലൊക്കെ ആ രാധയോടുള്ള ഒരു അസൂയ ധ്വനിക്കുന്നുണ്ട്. എന്നാലും ഭഗവാൻ നമ്മളെയൊക്കെ വിട്ട് അവളെ മാത്രം കൂടെ കൊണ്ടുപോയില്ലോ, അവൾ ഇത്തിരി ഭാഗ്യവതിയാണ്, സാമർത്ഥ്യക്കാരിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവരുടെ ഉള്ളില് രാധയോടുള്ള ചെറിയൊരു സാപത്ന്യഭാവം ധ്വനിക്കുന്നു ഇനി വരുന്നതായിട്ടുള്ള വാക്കുകളിൽ. ബാഹും പ്രിയാം സൗപധായ ഗൃഹീത പദ്മോ രാമാനുജസ്തുളസികാളികുലൈർമദാന്തൈ അന്വീയമാനൈഹ വസ്തരവഃ പ്രണാമം
കിം വാ വിനന്ദതി ചരൻ പ്രണയാവലോകൈഃ ബാഹും പ്രിയാം സൗപധായ ഗൃഹീതപദ്മോ രാമാനുജസ്തുളസികാളികുലൈർമദാന്തൈഃ അന്വീയമാനൈഹ വസ്തരവഃ പ്രണാമം കിം വാ വിനന്ദതി ചരൻ പ്രണയാവലോകൈഃ. അപ്പൊ വീണ്ടും പല വൃക്ഷങ്ങളും നല്ലോണം പൂത്തും കായ്ച്ചും തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ലോണം ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ. ആ ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങള് ഇപ്പോ ഈ വഴിക്ക് പോയ ഭഗവാനെ നമസ്കരിച്ച് എഴുന്നേൽക്കുന്ന പോലെയുണ്ട്. ആ വൃക്ഷങ്ങളെ നോക്കുമ്പോ ഭഗവാനെ നമസ്കരിച്ച് അധികം തല പൊക്കിയിട്ടില്ല അവര്. അങ്ങനെയുള്ള ഒരു ഭാവമാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഹേ തരവഹ, മൂന്നാമത്തെ വരിയില് വഹ തരവഹ, ഹേ തരവഹ, അല്ലയോ വൃക്ഷങ്ങളെ, മദാന്തൈഹി തുളസികാകുലൈഹി അന്വീയമാനഃ ഗൃഹീത പത്മഃ രാമാനുജഃ പ്രിയാംസേ ബാഹും ഉപദായ ഇഹ ചരന് പ്രണയാവലോകൈഹി വഹ പ്രണാമം അഭിനന്ദതി കിം വാ. എന്ന് പറഞ്ഞാൽ ആ രാധയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഭഗവാൻ പോകുന്നത്. അപ്പോ ഭഗവാന്റെ കഴുത്തിലും രാധയുടെ ശരീരത്തിലും ഒക്കെ പൂക്കളും മാലകളും ഒക്കെ ഉണ്ട്. ആ പൂക്കളിലുള്ള തേൻ കുടിക്കാനായിക്കൊണ്ട് വണ്ടുകൾ ചുറ്റിങ്ങനെ കറങ്ങുന്നുണ്ട്, ഇവരെ ഉപദ്രവിക്കുന്നുണ്ട്. രാധാകൃഷ്ണന്മാരെ രണ്ടുപേരുടെ സമീപത്തും അനേകം വണ്ടുകള് തേൻ കുടിക്കാനുള്ള ഭ്രമത്തോടുകൂടെ ചുറ്റിക്കറങ്ങുന്നു. അപ്പോൾ അവരെ ഒന്ന് ആട്ടണം, തൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കണം, അല്ലെ? രാധയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മറ്റൊരു കയ്യില്, വലത്തെ കയ്യില് താമര മൊട്ടുണ്ട് കയ്യില്. ആ താമര മൊട്ടുകൊണ്ട് വീശി ഈ വണ്ടുകളെയൊക്കെ ഓടിച്ചുകൊണ്ടാണ് പോയത് എന്ന് ഇവർ ഊഹിക്കുകയാണ്. അതാണ് മദാന്തൈഹി തുളസികാകുലൈഹി തുളസികാളികുലൈഹി. അപ്പൊ മദാന്തങ്ങൾ എന്ന് പറഞ്ഞാല് ഈ തേനിന്റെ ഗന്ധം കൊണ്ട് മദം പിടിച്ച് അന്ധരായവർ, ആ സുഗന്ധത്താൽ ആകൃഷ്ടരായി അന്ധതയെ ബാധിച്ചവരായിട്ടുള്ള തുളസികാ അളികുലൈഹി, തുളസികയിലുള്ള അളികുലങ്ങൾ, ആ തുളസിമാലയിലുള്ള വണ്ടിൻ കൂട്ടങ്ങൾ, ആ വണ്ടിൻ കൂട്ടങ്ങളാൽ അന്വീയമാനഃ പിന്തുടരപ്പെടുന്നവനായിട്ട് ഭഗവാനെ രാധാദേവിയെയും പിന്തുടരുകയാണ് ഈ വണ്ടിൻ കൂട്ടങ്ങൾ. അനുഈയമാനഃ കൂടെ സഞ്ചരിക്കുന്നവരായിട്ട്. അപ്പോ അവരെ അകറ്റാൻ വേണ്ടി ഗൃഹീത പത്മഃ രാമാനുജഃ, കയ്യിൽ പത്മം പിടിച്ചവനായ ആ രാമാനുജൻ കൃഷ്ണൻ പ്രിയാംസേ ബാഹും ഉപദായ തന്റെ പ്രിയയുടെ അംശത്തിൽ, അംശം എന്നാൽ തോള്, അപ്പൊ കൂട്ടുകാരിയുടെ രാധയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ബാഹും ഉപദായ ഇഹ ചരന്, ഇവിടെ സഞ്ചരിച്ചുകൊണ്ട് പ്രണയാവലോകൈഹി വഹ പ്രണാമം അഭിനന്ദതി കിം വാ, അദ്ദേഹത്തിന്റെ പ്രണയപൂർവമായ നോട്ടങ്ങളെ കൊണ്ട്, പ്രേമപൂർവമായ നോട്ടങ്ങളെ കൊണ്ട് നിങ്ങളുടെ പ്രണാമങ്ങളെയൊക്കെ അഭിനന്ദിച്ചുവോ? അപ്പൊ നിങ്ങൾ പ്രണമിച്ചിട്ട് എഴുന്നേൽക്കുകയാണല്ലോ, ഭഗവാനെ പ്രണമിച്ച് നിൽക്കുകയല്ലേ എല്ലാവരും. അപ്പൊ നിങ്ങളുടെ പ്രണാമങ്ങളെയൊക്കെ അദ്ദേഹം കണ്ടുവോ? അദ്ദേഹം നിങ്ങളെയൊക്കെ അഭിനന്ദിച്ചുവോ? നിങ്ങളെ അംഗീകരിച്ചുവോ? അതോ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങളെ തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദിച്ച് കാണും. അപ്പോ ആ ഭഗവാന്റെ പോക്ക് ഏത് രീതിയിലാണെന്ന് ഇവര് മനസ്സിൽ കാണുകയാണ്. രാധയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പിന്തുടരുന്നതായിട്ടുള്ള വണ്ടുകളെ അകറ്റാൻ വേണ്ടി തന്റെ കയ്യിലുള്ള താമരപ്പൂ കൊണ്ട് വണ്ടുകളെ അകറ്റിക്കൊണ്ട് ഇവരെ ഈ വൃക്ഷങ്ങളൊക്കെ തൊഴുതു നിൽക്കുമ്പോൾ, നമസ്കരിച്ചു നിൽക്കുമ്പോൾ അവരെയൊക്കെ കണ്ണുകളെ കൊണ്ട് ഒന്ന് അഭിനന്ദിച്ചുകൊണ്ട്, അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ പൂജ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, സൽക്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇപ്പൊ ഈ വഴിക്ക് പോയില്ലേ, നിങ്ങൾ കണ്ടില്ലേ, സത്യം പറയൂ എന്ന് പറയുന്നതിലൂടെ ഭഗവാൻ തന്റെ കൂടെയുള്ള രാധയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ എത്ര ബദ്ധനാണ് നോക്കണം, എത്ര ശ്രദ്ധയോടുകൂടിയവനാണ്. അവളെ വണ്ട് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി താമര കൊണ്ട് വീശിക്കൊണ്ട് സഞ്ചരിക്കുന്നു. നിങ്ങളുടെ പൂജകൾ ഏറ്റുവാങ്ങുമ്പോഴും അതിലൊരു കുറവുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചെറിയ ഒരു പരിഭവത്തോടു കൂടിയതായിട്ടുള്ള
വാക്കുകളാണ്. ബാഹും പ്രിയാം സ ഉപധായ ഗൃഹീത പദ്മോ രാമാനുജസ്തുളസികാളികുലൈർമദാന്തൈഃ അന്വീയമാനൈഹ വസ്തരവ പ്രണാമം കിംവാഭിനന്ദതി ചരൻ പ്രണയാവലോകൈഃ. പൃച്ഛതേ മാലതാ ബാഹൂൻ അപ്യാശ്ലിഷ്ടാ വനസ്പതേഃ നൂനം തത്കരജസ്പൃഷ്ടാ ബിഭ്രത്യുത്പുളകാന്യഹോ. പൃച്ഛതേ മാലതാ ബാഹൂൻ അപ്യാശ്ലിഷ്ടാ വനസ്പതേഃ നൂനം തത്കരജസ്പൃഷ്ടാ ബിഭ്രത്യുത്പുളകാന്യഹോ. ഇവിടെ പൃച്ഛത ഇമാലതാഹ, അല്ലയോ വള്ളികളെ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ആ വള്ളികളെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. പൃച്ഛത യൂയം പൃച്ഛത, നിങ്ങൾ പറയുവിൻ, അവർ ചോദിക്കുവിന്നൊക്കെ അർത്ഥം. എന്താണ്? വനസ്പതേഹേ ബാഹൂൻ ആശ്ലിഷ്ടാഹ ഇമാഹ ലതാഹ തത്കരജസ്പൃഷ്ടാഹ നൂനം. കാരണം ഉത്പുളകാനി വിഭ്രതി അഹോ ഇമാഹ പൃച്ഛത. ഗോപികമാര് പരസ്പരം പറയണം, ഈ വള്ളികളോട് ചോദിക്കൂ. ഇമാ ലതാഹ പൃച്ഛത, ഈ വള്ളികളോട് ചോദിക്കൂ എന്ന് പരസ്പരം ഗോപികമാര് പറയണം. എന്താ ചോദിക്കേണ്ടത്? കാരണം ഈ വള്ളികളെ കണ്ടറിയാം ഭഗവാന്റെ സ്പർശം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അതാണ് വനസ്പതേഹേ ബാഹൂനാശ്ലിഷ്ടാഹ ഇമാലതാഹ. ഈ വള്ളികളൊക്കെ വനസ്പതികളുടെ ബാഹുക്കളെ ആശ്ലേഷിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വൃക്ഷങ്ങളെ ആശ്രയിച്ചാണ് വള്ളികൾ പടർന്നു കയറുക. അപ്പൊ വൃക്ഷങ്ങളൊക്കെ വള്ളികളുടെ ഭർത്താക്കന്മാരുടെ സ്ഥാനമാണ്. വള്ളികളെ ഭരിക്കുന്നത് വൃക്ഷങ്ങളാണ്. അപ്പൊ വൃക്ഷങ്ങളുടെ ശാഖകൾ ബാഹുക്കളായിട്ട്, അപ്പൊ ഒരു ഭർത്താവിന്റെ കൈകളിൽ തൂങ്ങിക്കിടക്കുന്ന, തോളിൽ ചേർന്നിരിക്കുന്ന ഒരു ഭാര്യയെ പോലെയാണ് ഇവിടെ വള്ളികൾ കാണപ്പെടുന്നത്. അപ്പൊ അവരെല്ലാം ഭർത്തൃസഹിതകളായിട്ട് കാണപ്പെടുന്നു. എന്നുവെച്ചാൽ വള്ളികളൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ സ്പർശമേറ്റ് രോമാഞ്ചത്തോടു കൂടിയവരായിരിക്കുന്നു. അവരുടെ ഉൾപ്പുളകങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ സ്പർശം കൊണ്ടാണോ അതോ ഞങ്ങളുടെ ഭർത്താവായ കൃഷ്ണന്റെ കരസ്പർശം കൊണ്ടാണോ, അങ്കുലീ സ്പർശം കൊണ്ടാണോ നിങ്ങൾ ഈ പുളകങ്ങളെ ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ അറിയേണ്ടത്. കാരണം തൽ കരജസ്പൃഷ്ടാഹ നൂനം. തൽ കരജം, കരജം എന്ന് പറഞ്ഞാൽ കരത്തിൽ ജനിച്ചത് അങ്കുലി, വിരലുകൾ. അപ്പൊ ഭഗവാന്റെ വിരലുകളെ കൊണ്ട് സ്പർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ വള്ളികളെല്ലാം. ഭഗവാൻ ഇതിലേ പോകുമ്പോൾ വള്ളികളെയൊക്കെ ഒന്ന് തലോടിയിട്ടുണ്ട്, അവരെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഒന്ന് സ്പർശിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കരചത്താൽ അഥവാ വിരലുകളാൽ, നഖങ്ങളാലെല്ലാം സ്പർശിക്കപ്പെട്ടതാണ് നൂനം നിശ്ചയം. കാരണം ഉത്പുളകാനി വിഭ്രതി, അവരെല്ലാം പുളകത്തെ ധരിച്ചിരിക്കുന്നു. മൊട്ടുകളും പൂക്കളും എല്ലാം വികസിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ തളിരുകളോടുകൂടിയ, അല്ലെ, ചുവന്ന ഇലകള്, തളിരുകളൊക്കെ വള്ളികളുടെ പുളകങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഉത്പുളകാനി രോമാഞ്ചങ്ങളെ ധരിച്ചു നിൽക്കുന്നു. അഹോ ആശ്ചര്യം, ഇവരെ കണ്ടാ അറിയാലോ ഭഗവാന്റെ കരസ്പർശം തലോടലേറ്റിട്ടുണ്ട്. ഭഗവാൻ വിരലുകൾ കൊണ്ടോ നഖങ്ങൾ കൊണ്ടോ ഒക്കെ ഇവരെ തലോടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമാഹ പൃച്ഛത, ഇവരോട് ചോദിക്കൂ എന്ന് ഗോപികമാർ മറ്റ് ചില കൂട്ടുകാരികളോട് പറയുകയാണ്. അപ്പോ ഈ വള്ളികൾ ഭാഗ്യവതികളാണ്, ഭഗവാന്റെ കരസ്പർശമേൽക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്നിങ്ങനെ ആ വള്ളികളെ നോക്കിക്കൊണ്ട് പറയുന്നു. പൃച്ഛതേ മാലതാ ബാഹൂനപ്യാശ്ലിഷ്ടാ വനസ്പതേഃ നൂനം തത്കരജസ്പൃഷ്ടാഃ ബിഭ്രത്യുത്പുളകാന്യഹോ. അപ്പൊ ഇങ്ങനെ ഗോപികമാര് ഭഗവാനെ ഈ വൃക്ഷലതാദികളോടൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് ഇത്രയും നേരം വർണ്ണിച്ചതിനെ ഉപസംഹരിച്ചിന് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ഇത്യുന്മത്തവചോ ഗോപ്യഃ കൃഷ്ണാന്വേഷണകാതരാഃ ലീലാ ഭഗവതസ്താസ്താഃ ഹ്യനുചക്രുഃ തദാത്മികാഃ. ഇത്യുന്മത്തവചോ ഗോപ്യഃ കൃഷ്ണാന്വേഷണകാതരാഃ ലീലാ ഭഗവതസ്താസ്താഃ ഹ്യനുചക്രുസ്തദാത്മികാഃ. ഇതി ഇപ്രകാരം ഉന്മത്തവചഃ ഗോപ്യഃ,
ആ ഉന്മാദത്തോടു കൂടിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൊന്നുമില്ല അവരുടെ വാക്കുകളില്, അല്ലെ? സാധാരണ നോർമലായിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അവർ സംസാരിക്കുന്നത്. ഭ്രാന്തന്മാരെ പോലെ, മദ്യപാനികളെ പോലെ ഏതോ ഒരു അവസ്ഥയെ പ്രാപിച്ച് ഉന്മാദാവസ്ഥയിൽ സംസാരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ വാക്കുകളെ ഉന്മത്തവചഃ ഗോപ്യഃ കൃഷ്ണാന്വേഷണ കാതരാഹ, ആ കൃഷ്ണാന്വേഷണത്തിൽ പരവശരായിട്ട് കാതരരായിക്കൊണ്ട് തദാത്മികാഹ, ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ച് ഭഗവത് സ്വരൂപമായി താദാത്മ്യം പ്രാപിച്ചവരായിട്ട് ഭഗവതഃ താഹ താഹ ലീലാഹ അനുചക്രുഹി, ഭഗവതഃ ഭഗവാന്റെ താഹ താഹ ലീലാഹ, അതാത് ലീലകളെ ഭഗവാൻ ബാല്യം തൊട്ട് ഇതുവരെ അവർക്ക് അറിയുന്ന ഏതൊക്കെ ലീലകൾ ചെയ്തുവോ ആ ലീലകളെയെല്ലാം അനുചക്രുഹു, അനുചക്രു അനുചകാര, ഏകവചനം അനുചകാര, ബഹുവചനം അനുചക്രുഹു, അനുകരിച്ചു. അപ്പൊ ഓരോരുത്തരും ഭഗവാന്റെ ബാലലീലകളെ അനുകരിച്ചു എന്നർത്ഥമാണ്. അപ്പോ തദാത്മികാഹ എന്ന് പറഞ്ഞു, ഭഗവാനുമായി താദാത്മ്യം പ്രാപിച്ച് ഭഗവാൻ ചെയ്ത ലീലകളെ അതുപോലെ അനുകരിക്കുകയാണ്. മുമ്പേ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. അതിനെ ഇപ്പോഴാണ് വിസ്തരിക്കാൻ പോകുന്നത്. മുമ്പ് രണ്ടാമത്തെ ശ്ലോകത്തില് താസ്താ വിചേഷ്ട ജഗൃഹുസ്തതാത്മികാഹ, അതാത് ഭഗവാന്റെ ചേഷ്ടകളെ അവരെല്ലാം ജഗൃഹു ഗ്രഹിച്ചു, തദാത്മികാഹ ഭഗവാനുമായി താദാത്മ്യം പ്രാപിച്ചവർ. അപ്പോ ആ സമയത്ത് കുറച്ച് വർണ്ണിച്ചു ഭഗവാന്റെ ഗതിയും സ്മിതവും ആലോകനവും എല്ലാം കുറച്ച് കുറച്ച് പറഞ്ഞു. ഇനി അതിലേക്ക് കൂടുതൽ വിസ്തരിച്ച് വ്യാഖ്യാനിക്കുകയാണ് 15-ാം ശ്ലോകം മുതൽക്ക്. ഭഗവാൻ ഏതേത് ലീലകൾ ചെയ്തു, ആ പൂതനാമോക്ഷം മുതൽക്കുള്ള അല്ലേ ഗോവർദ്ധനോദ്ധാരണം വരെയുള്ളതായിട്ടുള്ള ലീലകൾ, ഇടയ്ക്കുള്ള ഓരോ ലീലകളും, ഭഗവാന്റെ വെണ്ണകെട്ട് തിന്നല്, അല്ലെങ്കിൽ ഓരോരോ അസുരന്മാരെ വധിച്ചത്, കാളിയ മർദ്ദനം, ഇത് ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരും അഭിനയിക്കുകയാണ്. അങ്ങനെ അതിനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങുന്നു 15-ാം ശ്ലോകം മുതൽക്ക്. ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ബാക്കി നാളെ കാണാം. കസ്യാശ്ചിത് പൂതനായന്ത്യാഃ കൃഷ്ണായന്ത്യഭിപത്സ്തനം തോഗായിത്വാരുദത്യന്യാ പദാഹം ശകടായതി. കസ്യാശ്ചിത് പൂതനായന്ത്യാഃ കൃഷ്ണായന്ത്യഭിപത്സ്തനം തോഗായിത്വാരുദത്യന്യാ പദാഹം ശകടായതി. ഇവിടെ പൂതനായതി, നമ്മൾ പൂതനയെ പോലെ ആവുന്നു, അങ്ങനെയുള്ളവളുടെ എന്ന് പറയാൻ പൂതനായന്ത്യാഹ കസ്യാഹ, കസ്യാഹ ചിത് കസ്യാശ്ചിത്. അപ്പൊ പൂതനയെ പോലെ അഭിനയിക്കുന്നവളായ ഒരുവളുടെ സ്തനം കൃഷ്ണായന്തി അഭിപത്, വേറൊരുവൾ കൃഷ്ണായന്തി കൃഷ്ണനെ പോലെ ആയിട്ട് കൃഷ്ണനായി അഭിനയിച്ചുകൊണ്ട് അഭിപത് പാനം ചെയ്തു എന്നർത്ഥം. അപ്പോ ഒരു ഗോപിക മലർന്നു കിടന്നു, കൃഷ്ണനാണ് എന്നും പറഞ്ഞിട്ട് കൊച്ചുകുട്ടി കണ്ണടച്ച് കിടക്കും പോലെ കിടന്നു. ആ സമയത്ത് ഒരു ഗോപിക സ്വയം ഞാൻ പൂതനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂതന വന്ന് കൃഷ്ണനെ മടിയിലെടുത്ത് വെച്ച് മുല കൊടുക്കുന്നത് പോലെ ഭാവിച്ചു. ഈ കിടക്കുന്നവളെ എടുത്ത് തന്റെ മടിയിലേക്ക് തലവെച്ച് തന്റെ സ്ഥാനങ്ങളെ അവൾക്ക് പാനം ചെയ്യിക്കുന്ന രീതിയിൽ ഭാവിച്ചു. അതാണ് പൂതനായന്ത്യാഹ കസ്യാശ്ചിത് സ്തനം കൃഷ്ണായന്തി അഭിപത്. അപ്പൊ ഒരുവൾ കൃഷ്ണനായിക്കൊണ്ട് ആ സ്ഥലത്തെ പാനം ചെയ്തു. അപ്പൊ പൂതനാമോക്ഷം അവിടെ അഭിനയിക്കുകയാണ് അവര് എന്ന് പറയാ. എന്നിട്ട് പൂതന മരിച്ചു വീഴുന്നത് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോ ഇവിടത്രേ പറഞ്ഞുള്ളൂ. ഇതിൽ നിന്ന് ബാക്കി നമുക്ക് ഊഹിക്കേണ്ടതാണ്. ആ കഥ മുഴുവൻ അറിയുന്ന നമ്മള് ബാക്കി രംഗം അല്ലേ, പൂതനാമോക്ഷം കഥകളി മുഴുവൻ മനസ്സിൽ കാണുക.
അപ്പൊ പൂതനായന്ത്യാഹ കസ്യാശിസ്തനം കൃഷ്ണായന്തി കാശ്ചിത് അഭിപത്. ഒരുവൾ കുടിച്ചു. ഇനി തോകായിത്വാരുദതീ അന്യ. ഒരുവള് തോകായിത്വ എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് മലർന്ന് കിടന്നുകൊണ്ട് വിശന്ന് കരയുന്ന പോലെ അഭിനയിച്ചു ഒരുവൾ. അപ്പോ വേറൊരുവൾ എന്തായത് ശകടായതീം പദ അഹന്, ഞാനാണ് വണ്ടി, ശകടമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കിടന്നു കരയുന്ന ഒരുവളുടെ മേലെ വണ്ടിയെ പോലെ നാലുകാലിൽ വന്നു നിന്നുണ്ടാവും. അപ്പൊ അവളെ ചവിട്ടി, അതാണ് പദാ അഹന്, പാദം കൊണ്ട് ചവിട്ടി, പാദം കൊണ്ട് ഹനിച്ചു. ശകടാസുരവധം, ആ ശകടഭഞ്ജനം, ആ വണ്ടി തകർന്നു വീഴും പോലെ ഇവളും മറിഞ്ഞു വീണിട്ടുണ്ടാവും. ഈ ചവിട്ടേറ്റവൾ മറിഞ്ഞു വീണു. അപ്പോഴേക്കും ആ കൃഷ്ണനെ ഓടി വന്ന് എല്ലാവരും കൂടി എടുക്കുന്നത് പോലെ മറ്റുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. എന്തായാലും ആ ശകടാസുരവധം എന്നുള്ള നാടകം അവർ നന്നായിട്ട് അഭിനയിച്ചു. എന്നുവെച്ചാൽ താതാത്മ്യത്തോടു കൂടി അവർ അഭിനയിക്കുന്നു എന്നുള്ള തോന്നലൊന്നും അവർക്കില്ല. അവർ അങ്ങനെ തന്നെ താതാത്മ്യം പ്രാപിച്ചിരിക്കണം. ഒരുവൾ കൃഷ്ണനാവുമ്പോൾ മറ്റേ ആ കൃഷ്ണന്റെ ലീലയെ പൂർത്തീകരിക്കാൻ വേണ്ടി കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് തന്നെ പൂതനയും ശകടാസുരനും ഒക്കെ ഓരോരുത്തരാവുന്നു എന്നർത്ഥം. ഇനി ഇതാ വേറെയും ചിലര് തൃണാവർത്ത അസുരവേഷം, അല്ലെങ്കിൽ ഭഗവാന്റെ മുട്ടുകുത്തിക്കളി, ഇതൊക്കെ അനുകരിക്കാനായിട്ട് ആരംഭിക്കുന്നു. നമുക്ക് നാളെ രാവിലെ 11 മണിക്ക് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഈ കേൾക്കുന്ന കഥകളൊക്കെ തന്നെ ഉള്ളിൽ അയവറക്കിക്കൊണ്ട് കിടക്കുക. അപ്പൊ നിങ്ങളും ഗോപികമാരായി മാറും. ഹരി ഓം. നാരായണ.